ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ, ഇവിടെ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലോ അനുഗ്രഹമോ ശിരസിന് മുകളിൽ നിൽക്കുന്ന നിന്റെ വീട്ടിൽ, നിന്റെ ഭാര്യ വീട്ടിൽ, നിന്റെ ഭർത്തൃ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. നിന്നെ അനേകർ ബഹുമാനിക്കാൻ ഇട വന്നിരിക്കും. എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ജോബ് പറഞ്ഞല്ലോ, എനിക്ക് അന്ന് ഒത്തിരി പൈസ ഉണ്ടായിരുന്നുകൊണ്ട് ആളുകൾ എൻ്റെ പാദം കൊണ്ട് കഴുകിയെന്നല്ല, അന്ന് അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിലുള്ളപ്പോൾ മനുഷ്യരെൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകിയായിരുന്നു. ഇന്ന് ഞാൻ ഈ വചനം കേൾക്കാൻ ഇവിടെ വന്നത്, എൻ്റെ ദൈവം എനിക്കൊരനുഗ്രഹം തരാൻ പദ്ധതിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കുക. കർത്താവേ, എനിക്കൊരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പക്ഷേ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാകാനും ശപിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയാം ഈ പ്രശ്നങ്ങൾ താൽക്കാലികമാണെന്ന്, ഈ പ്രതിസന്ധികൾ താൽക്കാലികമാണ്, ഈ കഷ്ടപ്പാടുകളൊക്കെ താൽക്കാലികമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പലരും അവരുടെ പ്രശ്നങ്ങളുടെ മുമ്പിൽ പ്രാകും, ശപിക്കും, ചീത്ത പറയും, തെറി പറയും, എടുത്തെറിയും, ഭയങ്കരമായ രീതിയിൽ പ്രതികരിക്കും. പ്രശ്നങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് പരിഹരിക്കപ്പെടുകയില്ല. ജീവനില്ലാത്തൊരു കല്ലിൻ്റെ മുമ്പിലല്ല നിൽക്കുന്നത്, ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. ജീവനില്ലാത്ത കല്ലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടല്ല പാടുന്നതും പ്രാർത്ഥിക്കുന്നതും, ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ്. പ്രിയപ്പെട്ടവരെ, ജീവൻ എടുക്കുന്നൊരു ദൈവത്തെ ബൈബിളിൽ കാണുന്നില്ല, പക്ഷെ ജീവൻ നൽകുന്നൊരു ദൈവത്തെ കാണാൻ പറ്റും. ജീവൻ എടുക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കുന്നത്, ജീവൻ എടുക്കുന്ന ദൈവത്തെ അല്ല സ്തുതിക്കുന്നത്. ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനാണ്. നിങ്ങൾക്ക് ജീവനുണ്ട്. ജീവൻ തന്നെ നൽകിയ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ജീവൻ എടുക്കുന്ന ദൈവത്തെ അല്ല, ജീവൻ നൽകുന്ന ദൈവത്തെയാണ്. ഒന്ന് കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അർത്ഥമറിഞ്ഞ് പാടാമോ? എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. പറയാമോ? ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ. വിശ്വസിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ആ കണ്ണുകളൊന്ന് അടച്ച് ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ഒന്ന് കാണാൻ കഴിഞ്ഞാൽ അതൊരനുഗ്രഹമാകും. ഇന്നലെയും ഞാനത് സൂചിപ്പിച്ചിരുന്നു. തീരെ ചെറിയ കൈക്കുഞ്ഞിനെ തൻ്റെ അമ്മ, ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, 2 കൈ കൊണ്ടും അതിനെ എടുത്തു കൊണ്ട് നടക്കുന്നത്. നല്ല കട്ടിയുള്ള വൃത്തിയുള്ള ടർക്കിയിൽ ആ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത്. തണുപ്പടിക്കാതെ, കാറ്റടിക്കാതെ, ഒരു അസുഖം വരാതെ വളരെ ശ്രദ്ധയോടെ 2 കൈയിലും പിടിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതുപോലെ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ട് നടക്കാറുണ്ട്. ഒരു കൈക്കുഞ്ഞിനെ തൻ്റെ അമ്മ പൊതിഞ്ഞു പിടിച്ചതുപോലെ ചില പ്രശ്നങ്ങളിലൊക്കെ തകർന്നു പോകാത്തതിൻ്റെ കാരണം അതാ. ചില പ്രതിസന്ധികളിൽ
വാടിപ്പോകാത്തതിൻ്റെ കാരണം അതാണ്. അങ്ങനെ പൊതിഞ്ഞു ഒരു കൈക്കുഞ്ഞിനെ തൻ്റെ അമ്മ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നൊരു കാഴ്ച മനസ്സിൽ കണ്ട് സാധാരണ മനുഷ്യരായ നമ്മൾ തകർന്നു പോകാതെ ഇന്നും ഇങ്ങനെ ആരോഗ്യത്തോടെയൊക്കെ നിൽക്കാൻ കാരണം എന്നെ സൂക്ഷിക്കുന്നൊരു ദൈവം ഉള്ളതുകൊണ്ടാണ്. ഇതുപോലെ പൊതിഞ്ഞ് നിങ്ങളുടെ കുടുംബജീവിതത്തെ ദൈവം ഇതുപോലെ പൊതിഞ്ഞു പിടിച്ചത് കൊണ്ടാണ് തമ്മിൽ തല്ലി ചെതറിപ്പോകാഞ്ഞേ. അല്ലാതെ ആരും പേടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല. ഒരു കൈക്കുഞ്ഞിനെ എന്ന പോലെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങൾ ഇരുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ പണ്ടേ ചോറിൻ്റെ കൂടെ എണ്ണയ്ക്കകത്ത് എടുത്ത പപ്പടം പൊടിയുന്ന പോലെ തകർന്നും പൊട്ടിപ്പോയേനെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകാതിരുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നകന്നു പോകാതിരുന്നത് അവരെ ദൈവം പൊതിഞ്ഞ് സൂക്ഷിച്ചത് കൊണ്ടാണ്. ഇങ്ങനെ വിശ്വസിച്ചേ, എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നീയാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെ ദൈവവും ദൈവത്തിൻ്റെ വചനവും. കണ്ണുകളടച്ച് ഈ വചനം പ്രാർത്ഥിക്കാനും പാടാനും പോവുകയാണ്. ഇന്ന് ഒരു നല്ല ദിവസമൊക്കെ ആയിരുന്നിട്ട് പോലും എത്രയോ ആഗ്രഹത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എത്രയോ ശ്രേഷ്ഠമായാണ് നിങ്ങൾ ദൈവവചനത്തെ സ്വീകരിക്കുന്നത്, ദൈവവചനത്തെ ഉൾക്കൊള്ളുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു മനുഷ്യൻ്റെ കഴിവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമല്ല, നിങ്ങൾക്കൊരു മനുഷ്യൻ്റെ സ്വാധീനം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതാണ് വേണ്ടത്. ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്ന ഒന്നാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരാളുടെ കഴിവിൽ നിന്നോ പാട്ടിൽ നിന്നോ പ്രസംഗത്തിൽ നിന്നോ ഒന്നും കിട്ടുന്ന ഏതിനേക്കാൾ അപ്പുറമായി നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും കിട്ടുന്ന ഒന്നാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ ആ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് എത്രയോ ദൂരെ നിന്നും സമീപത്ത്, ഇന്ന് ബസ്സൊക്കെ വളരെ കുറവാണ്, ഇന്ന് ബസ്സുകളും ഒക്കെ വളരെ കുറവാണ്. എന്നിട്ട് പോലും എത്ര ആഗ്രഹത്തോടെ ഈ മനുഷ്യർ, ഇത്രയൊന്നും ആളുകൾ ഇവിടെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഒന്നെല്ലാവരും വിശ്വസിച്ച് എൻ്റെ കർത്താവ്, ഒരു പ്രാവശ്യം കൂടെ പാടുവാണ്. സാധ്യമായ എല്ലാവരും അധരങ്ങളെ തുറന്ന്, ഒരു കുഞ്ഞിനെ തൻ്റെ അമ്മ ടർക്കിയിലൊക്കെ പൊതിഞ്ഞ് അതിൻ്റെ മുഖം മാത്രമേ കാണാൻ കഴിയത്തുള്ളൂ. ആ കുഞ്ഞിൻ്റെ മുഖം മാത്രമേ, ചെവിയൊക്കെ വളരെ, തലയൊക്കെ നന്നായി പൊതിഞ്ഞ് സൂക്ഷിച്ച്, ഒരു കൊതുക് പോലും കൊത്താതെ, ഒരു ഉപദ്രവവും വരാതെ, ഒരു പനി പോലും വരാതെ എത്ര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ഇതുപോലെ കാര്യമായി കൊണ്ടു നടക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഇതുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. ഇല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ വന്നപ്പോഴും തെറ്റിപ്പിരിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയേനേ. ദൈവത്തിൻ്റെ കരുതലുണ്ട് നിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ട് നിൻ്റെ കൂടെ. തലതിരിഞ്ഞ പല ചിന്തകളും കയറി വന്നിട്ടില്ലേ? തലതിരിഞ്ഞ പല ചിന്തകളും കയറി ഇറങ്ങിപ്പോയിട്ടില്ലേ? സാരമില്ല, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞേ. ദൈവമേ എന്നല്ല, എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞേ. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. പറഞ്ഞേ, എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. കാരണം ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ആമേൻ, ആമേൻ. കർത്താവേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും ഈ ആദ്യ വെള്ളിയാഴ്ച ദിവസം വളരെ വളരെ സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുകയാണ്. പല ദേശത്തു നിന്നും പല കുടുംബങ്ങളിൽ നിന്നും ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്.
ഇന്ന് ഓണമൊക്കെ ആയതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലൊക്കെ സന്തോഷമുള്ളൊരു സദ്യയൊക്കെ കഴിച്ച് ഒരു ടി വിയൊക്കെ കണ്ട് പ്രോഗ്രാമൊക്കെ കണ്ട് എല്ലാവരുടെയും കൂടെ വീട്ടിൽ സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒരു ദിവസമൊക്കെ ആയിരുന്നു. അല്ലെങ്കിൽ എവിടേക്കെങ്കിലും ഒരു ടൂറ് പോയി, ഒരു ഔട്ടിങ് പോയി, അങ്ങനെ എത്ര സന്തോഷമായിട്ട് നിങ്ങൾക്ക് ആയിരിക്കാമായിരുന്നു. ഒത്തിരി പേര് അങ്ങനെയാണ്. അവരുടെ വീടുകളിൽ സന്തോഷം, നല്ല സദ്യയൊക്കെ ഉണ്ട്, ഭക്ഷണമുണ്ട്, ബന്ധുക്കൾ വന്നിട്ടുണ്ട്, എല്ലാ പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ഒന്ന് പോകാം, അവധിക്കാലമാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നി ഇന്ന് പ്രാർത്ഥിക്കാൻ പോകാം, ഇന്ന് ദൈവത്തെ ആരാധിക്കണം, ഇന്ന് പോയി എൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ഞാൻ അതിനെ കാണുന്നത് ഒരു ദൈവ പദ്ധതിയായിട്ടാണ്. എന്തോ ഒരു നന്മയ്ക്കാണ് അങ്ങനെ നിങ്ങളെ തോന്നിപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്ന ദിവസമാണിന്ന്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട്, അവിടുന്ന് തൻ്റെ വചനത്തെ നിങ്ങളിൽ ആലേഖനം ചെയ്യുമെന്ന്. അതിന് ഇംഗ്ലീഷ് വാക്ക് ഇംപ്രിൻ്റ് എന്നാണ്. ദൈവം തൻ്റെ വചനങ്ങളെ ഒരാളുടെ മനസ്സിൽ എഴുതുന്ന സമയമാണ്. ബുക്കിൽ എഴുതുന്ന, പേപ്പറിൽ നോട്ട് കുറിക്കുന്ന സമയമല്ല. ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ ആലേഖനം ചെയ്യുന്ന, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇംപ്രിൻ്റ് ചെയ്യുന്ന, അവിടെ അത് പതിപ്പിച്ചു വയ്ക്കുന്ന ഒരു ദിവസമാണ്. ആ വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒത്തിരി നല്ല കാര്യങ്ങൾ മനുഷ്യർക്ക് ഇവിടെ പറയാനുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ. ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ ഒരു സഹോദരി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: എനിക്ക് ജീവിതത്തിൽ അബദ്ധം പറ്റില്ലായിരുന്നു ഈ വചനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് സഹോദരി അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവർ പറഞ്ഞു, അച്ചോ, ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലായിരുന്നു. എത്ര വർഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, 12 വർഷം. അങ്ങനെ എൻ്റെ വീട്ടിൽ ഞാനിത് പറഞ്ഞ് എൻ്റെ വിവാഹമൊക്കെ വീട്ടുകാർ തന്നെ നടത്തി തന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ 6 ദിവസം ജീവിച്ചില്ല. ഒരിക്കലും ഇത് ടാലി ആകുന്നില്ലല്ലോ, കണക്ക് ശരിയാകുന്നില്ലല്ലോ. 12 വർഷം ഇഷ്ടപ്പെട്ട ഒരാൾ എങ്ങനെ 6 ദിവസം ജീവിച്ചില്ല? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ആണുങ്ങളെയൊക്കെ എനിക്ക് ഭയമാണ്, ഞാൻ ആരോടും അടുക്കാൻ എനിക്ക് പേടിയാണ്, ചതിയിൽ പെടുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ഞാനൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല പേടിയുമുണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ. ഞാൻ ചോദിച്ചു, അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ? നിങ്ങൾ 12 ദിവസമാണോ 12 മാസമാണോ 12 വർഷമാണോ പ്രണയിച്ചത്? 12 വർഷം പ്രണയിച്ച ഒരാൾക്ക് 12 വർഷം ജീവിച്ചിട്ടും സ്നേഹിച്ചിട്ടും ആ ആളെ മനസ്സിലായില്ല. 6 ദിവസം ഒരുമിച്ച് ജീവിച്ചപ്പോഴാണ് ആ സ്ത്രീ പറഞ്ഞത്, ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തതെന്നാണ് പറഞ്ഞത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. എനിക്ക് ഒരിക്കലും ആ മനുഷ്യൻ്റെ കൂടെ 7ാമതൊരു ദിവസം ജീവിക്കാൻ പറ്റുമായിരുന്നില്ല. ഞാൻ രക്ഷപ്പെട്ടത് അങ്ങനെ ഓടുക ചെയ്തേ. ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ സ്വർണ്ണം എനിക്കുള്ളതെല്ലാം എടുത്ത് ഞാൻ ഇറങ്ങി ഓടുക ചെയ്തേ. പിന്നെ തിരിഞ്ഞു പോലും ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് ഒരു കാരണം എല്ലാ ദിവസവും കേൾക്കുന്ന വചനമാണ്. ഇതൊക്കെ കുറച്ചുകൂടെ മുമ്പേ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ ഒരു ചതിയിൽ ചെന്ന് പെടില്ലായിരുന്നു, ഒരബദ്ധത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കില്ലായിരുന്നുവെന്ന്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വചനം നിങ്ങളെ തളർത്തുകയില്ല. ഈ വചനം മറിച്ച് നിങ്ങളെ ജീവിതത്തിൽ വളർത്തുകയേ ഉള്ളൂ. ജീവനില്ലാത്തൊരു കല്ലിൻ്റെ മുമ്പിലല്ല പാടിയത്, ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ്. ഹല്ലേലൂയ. ഈ നല്ല ദിവസം എന്തു പ്രസംഗിക്കണം, എന്തു പറയണം എന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോഴാണ് ഞാൻ ഒത്തിരി മനുഷ്യരെ കണ്ട് അവരുടെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ പ്രാഗിക്കൊണ്ടിരിക്കുവാണ്, ശപിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങളാരും നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ മുമ്പിൽ പ്രാഗി ശപിച്ച് പല്ലും കടിച്ചുകൊണ്ട് ഇരിക്കരുത്. ചില ആളുകൾ പല്ല് കടിച്ചുകൊണ്ട് പറയും, ഈ ജീവിതം അങ്ങ് തീർന്നാൽ മതിയായിരുന്നു. അവർ പറയുന്നത് ചുമ്മാതല്ല പറയുന്നത്, ഒരു പല്ല് കടിച്ചുകൊണ്ടാണ് പറയുന്നത്, എനിക്കിതെല്ലാം കൂടെ എറിഞ്ഞ് പൊട്ടിക്കാൻ തോന്നുന്നു എന്നാ, എനിക്ക് ജീവിതം അവസാനിപ്പിക്കാൻ ഒരു അണപ്പല്ലൊക്കെ കടിച്ച് പിടിച്ചുകൊണ്ടാണ് പറയുന്നത്. അത്രയും സങ്കടമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം.
അത്രയും പ്രയാസത്തിലാണെന്നാണ് എൻ്റെ അർത്ഥം. ഇന്ന് നിങ്ങളോട് ദൈവം സംസാരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, ദൈവമേ എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകല്ലേ എന്ന്? എന്തോ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത, ആരോ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ദൈവമേ എൻ്റെ മക്കൾ ഒരിക്കലും വഴിതെറ്റിപ്പോകരുതേ, എൻ്റെ മകൾ എൻ്റെ മകൻ വഴിതെറ്റിപ്പോകാനിടയാകല്ലേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിൽ അങ്ങനെയൊരു ഈ വിഷയമായിട്ട് കണക്ഷൻ ഇല്ലാത്തൊരു കാര്യം മനസ്സിൽ വന്നതാണ്. നിങ്ങളിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഞാൻ ഈ ദൈവത്തിൻ്റെ വചനത്തെ കണ്ടുകൊണ്ടിരുന്നത് അക്ഷരങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ്. കുറേ അക്ഷരങ്ങൾ, കുറേ നല്ല വാക്കുകൾ, കുറേ നല്ല പദപ്രയോഗങ്ങൾ കൊള്ളാം. ഞാൻ ഈ വചനത്തെ പിന്നീട് കേട്ടോടുന്നത് കേവലം ഒരു ശബ്ദമായിട്ടാണ്. പിന്നീട് വചനം ഒരു സാന്നിധ്യമായി മാറാൻ തുടങ്ങി. ഇത് കേവലം ഒരു അക്ഷരം മാത്രമല്ല, ഇത് കേവലം കുറേ വാക്കുകൾ മാത്രമല്ല, ഈ അക്ഷരങ്ങൾക്കൊക്കെ ജീവനുണ്ട്. ഈ വാക്കുകൾക്കൊക്കെ നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്താനുള്ള ജീവനുണ്ട്. ഹല്ലേലൂയ. ജീവനുള്ള വാക്കുകളാണ്, ജീവനുള്ള അക്ഷരങ്ങളാണ്. പലപ്പോഴും ഈ വചനം വായിച്ചപ്പോഴാ ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്, ദൈവം അടുത്ത് നിൽക്കുന്ന അനുഭവമുള്ളത്. നിങ്ങളൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ വചനം കേൾക്കുമ്പോൾ ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്നതുപോലല്ല, എന്തൊക്കെയോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല, ജീവനുള്ള എന്തൊക്കെയോ, ജീവനുള്ള ദൈവത്തിന്. നിങ്ങളൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല കേൾക്കുന്നത്, നിങ്ങൾ നല്ലൊരു പോയിന്റ് കേൾക്കാൻ ഇരിക്കുമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകളാണ് കേൾക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ വാക്കുകളാണ് നിങ്ങളോട് പറയുന്നത്. ഒരു മോട്ടിവേഷൻ മെസ്സേജ് അല്ല, ചുമ്മാ ഒരു പ്രസംഗമല്ല, ഒരു പ്രഭാഷണമല്ല. ദൈവത്തിൻ്റെ വാക്കുകളാണ് എൻ്റെ ചെവികളിൽ പതിയുന്നത്, എൻ്റെ മനസ്സിൽ പതിയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷീണം തോന്നും, ഉറങ്ങാൻ തോന്നും. അല്ല, നിങ്ങൾ മനസ്സിനെ ഒന്ന് ഒരുക്ക്. ദൈവത്തിൻ്റെ വചനം നല്ല നിലത്ത് വീണ പോലെ എൻ്റെ ജീവിതത്തിൽ വന്ന് വീഴണമേ. എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ശപിക്കാനും പ്രാകാനും ഇടയാകല്ലേ. എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ പ്രാഗിയും ശപിച്ച് ഞാൻ മടുത്തു. എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ പ്രാഗിയും തെറി പറഞ്ഞും ചീത്ത പറഞ്ഞും മടുത്തു. എനിക്ക് എൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ചീത്ത പറയാനും പ്രാകാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ അങ്ങയുടെ വചനത്തെ എൻ്റെ ജീവിതമാകുന്ന നിലത്ത് ഇന്ന് വിതയ്ക്കണമേ, എന്നോടങ്ങ് സംസാരിക്കണമേ. എനിക്ക് എൻ്റെ ജീവിതത്തിനകത്തൊരു പുത്തൻ ഉണർവിനൊരു പുതിയ തുടക്കത്തിന് അത് കാരണമാകണമേ. ഒരു പുത്തൻ തുടക്കത്തിന് അത് കാരണമാകണമേ. പ്രാർത്ഥിക്കുന്ന ചിലരെ പോലെ പറയട്ടെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാൻ ഇടയാകില്ല, നിങ്ങളുടെ കുടുംബം തകർന്നു പോകാൻ ഇടയാകില്ല. പാട്ടുപാടുന്ന പ്രിയ ജോൺ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പ്രാർത്ഥന വെറുതെയായെന്ന് പറയത്തില്ല, ഈ ആരാധന വെറുതെയായെന്ന് പറയില്ല, ഈ വചനം കേൾക്കണ്ടായിരുന്നു എന്ന് പറയില്ല. ഈ ദൈവത്തെ എനിക്കും കൂടെ ആരാധിക്കണമെന്ന് വേറെ പലരും പറയാൻ ഇടവരും. ഈ വചനം എനിക്കും കൂടെ കേൾക്കണമെന്ന് വേറെ ചിലർ പറയാൻ ഇടവരും. ഈ ദൈവത്തെ എനിക്കും ആരാധിക്കണമെന്ന് നിങ്ങളെ അറിയുന്ന ചിലർ നിങ്ങളോട് പറയുന്ന സമയം വരും. ഈ വചനം എനിക്കും കേൾക്കണമെന്ന് നിങ്ങളെ അറിയുന്ന ചിലർ നിങ്ങളോട് പറയാൻ ഇടവരട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് കാണുമ്പോൾ നിങ്ങളെ അറിയുന്ന ചിലർ നിങ്ങളോട് പറയും, ആ വചനം എനിക്കും കേൾക്കണം, ആ ദൈവത്തെ എനിക്കും സ്നേഹിക്കണം, ആ ദൈവത്തെ എനിക്കും ആരാധിക്കണം. അങ്ങനെ പറയുന്നവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നവരുമുണ്ട്. ഇരുന്നു കൊണ്ട് തന്നെ ആ കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ജീവനൊന്നും ഇല്ലാത്തൊരു കല്ലിൻ്റെയോ ഒരു മരത്തടിക്കഷ്ണത്തിൻ്റെ മുമ്പിലല്ല, ജീവനുള്ള എൻ്റെ അവസ്ഥ അറിയുന്ന, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന, എൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചതുപോലെ എന്നെ പൊതിഞ്ഞു പിടിക്കുന്ന ജീവനുള്ള ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന സമയമാണ്. ജീവൻ എടുക്കുന്ന ദൈവത്തെ ബൈബിളിൽ കാണുന്നില്ല, പക്ഷെ ജീവൻ തരുന്ന ദൈവത്തെ കാണാൻ പറ്റും. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് കരങ്ങളെ ഉയർത്തി അധരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ച് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ശബ്ദം ഉയർത്തി അത് വിശ്വാസത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു, ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഓരോ നിയോഗങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ 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 ഹല്ലേലൂയ. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 29 അധ്യായം 1 മുതലുള്ള വാക്യമാണ്.
നല്ല രസമുണ്ട് ഈ വാക്യം വായിച്ചൊക്കെ പോകുമ്പം. നല്ല അനുഗ്രഹവും അത്ഭുതവും ഒക്കെ തോന്നും. ജോബിൻ്റെ പുസ്തകം 29 അധ്യായം ജോബ് ഉപസംഹരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. ജോബ് ഉപസംഹരിക്കുന്നു. ഒന്ന് വായിക്കുകയാണ്. ജോബിൻ്റെ പുസ്തകം 29 അധ്യായം 1 മുതൽ. ഇത് വായിക്കുമ്പോൾ ഓർക്കണം, ഈ വചനം ഒരനുഗ്രഹമായി നിങ്ങളിലെത്തട്ടെ. 1-ാമത്തെ വാക്യം വായിക്കുക. ജോബ് തുടർന്ന് സംസാരിച്ചു. ദൈവം എന്നെ പരിപാലിച്ചിരുന്ന പഴയ കാലങ്ങളിലെ പോലെ ഞാൻ ആയിരുന്നെങ്കിൽ. ഒരു കാര്യം ഓർത്തോണ്ട് പറയുക, ദൈവം എന്നെ പരിപാലിച്ച പണ്ടത്തെ പോലെ ആയിരുന്നെങ്കിൽ. ഒരാൾ പറയുക, ദൈവം എന്നെ അനുഗ്രഹിച്ച ആ പണ്ടത്തെ പോലെ ആയിരുന്നെങ്കിൽ. ജോബ് തൻ്റെ ജീവിതത്തെ പുറകോട്ട് നോക്കിയിട്ട് പറയുക, പണ്ടൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്, ദൈവം എന്നെ അനുഗ്രഹിച്ച് പരിപാലിച്ചു വളർത്തിയൊരു കാലം. അപ്പോൾ ഇനി പറയാൻ പോകുന്നതെന്നറിയോ? ദൈവം ഒരാളെ പരിപാലിച്ചാൽ, ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ ആ മനുഷ്യന് എന്തൊക്കെ ഉണ്ടാകുമെന്ന് താഴെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണ് എണ്ണിക്കോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ, ദൈവം ഒരു കുടുംബത്തെ അനുഗ്രഹിച്ചാൽ ആ വ്യക്തിക്ക്, ആ കുടുംബത്തിന് എന്തൊക്കെ ഉണ്ടാകും എന്ന് വാക്യം 3-ാമത്തെ വാക്യം തൊട്ട് വായിക്കുവാണ്. ആ സമയത്ത് എന്ത് അനുഗ്രഹത്തിന് കാരണം എഴുതിയിട്ടുണ്ട്. 3-ാമത്തെ വാക്യം, അക്കാലത്ത്. അപ്പം ഇന്നല്ല, അന്ന് എന്നെ ദൈവം അനുഗ്രഹിച്ച ആ കാലത്ത് അവിടുന്ന് തൻ്റെ ദീപം എൻ്റെ ശിരസിന് മുകളിൽ തെളിക്കുകയും. അപ്പോൾ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നൊരു വാക്കാണ്, ദൈവവചനം പാദങ്ങൾക്ക് വിളക്കാണ്. ജോബ് പറയുവാണ്, എന്നെ അനുഗ്രഹിച്ച കാലത്ത് ദൈവത്തിൻ്റെ വെളിച്ചം, ദീപം എൻ്റെ ശിരസിന് മുകളിൽ തെളിഞ്ഞു നിൽക്കുമായിരുന്നു എന്ന്. അതാണ് 1-ാമത്തെ അനുഗ്രഹത്തിൻ്റെ ഒരു കാരണം. എപ്പോഴാ? ദൈവത്തിൻ്റെ വചനം എൻ്റെ ശിരസിന് മുകളിൽ ഒരു വിളക്ക് പോലെ, എൻ്റെ വീടിൻ്റെ മുകളിൽ ഒരു വിളക്ക് പോലെ എല്ലാ ഇരുട്ടിനെയും അകറ്റുന്നതാണ് ആ വെളിച്ചം. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യോബ് പറയുവാണ്, അന്ന് ആ കാലത്ത് ദൈവത്തിൻ്റെ ദീപം എവിടെയാ? മേശപ്പുറത്തുനിന്നല്ല, എൻ്റെ ശിരസിൻ്റെ മുകളിലായിരുന്നു. അന്ന് എൻ്റെ ഈ വെളിച്ചം ഇങ്ങനെ ഉള്ളതുകൊണ്ടുള്ള ഗുണം എഴുതിയിട്ടുണ്ട്. ഞാൻ അവിടുത്തെ പ്രകാശത്താൽ അന്ധകാരത്തിൽ ഞാൻ നടന്നു, തട്ടി വീണില്ല. ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ വചനം നിന്റെ ശിരസിലുണ്ടെങ്കിൽ ഒരു ഇരുട്ടിലും ഒരന്ധകാരത്തിലും തട്ടി വീഴുകയില്ല. ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അടുത്ത കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ചിലപ്പോൾ ഇതെല്ലാം ഗ്രഹിച്ചെടുക്കാൻ, മനസ്സിലാക്കിയെടുക്കാൻ, ഞാൻ തന്നെ ഇത് പല പ്രാവശ്യം വായിച്ചപ്പോഴും ഇത് തലങ്ങും വിലങ്ങും ഒക്കെ വായിച്ചപ്പോഴാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാകുന്ന വിധത്തിൽ എനിക്കിതൊന്ന് പറയാൻ പറ്റിയാൽ മതിയായിരുന്നു. മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങൾ എൻ്റെ വാക്കുകളിൽ ഇതിവിടെ നിന്ന് എത്തിച്ചാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞ വാക്കുകൾ ഞാൻ മറക്കുന്നില്ല. ദൈവം ഒരാളെ അനുഗ്രഹിച്ചാൽ ഏതൊക്കെ വിധത്തിൽ ആ ആൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയാൻ പോവുക. 4-ാമത്തെ വാക്യത്തിൻ്റെ 2-ാം ഭാഗമാണ്, ദൈവത്തിൻ്റെ വചനം നിൻ്റെ ശിരസിന് മുകളിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്നെ പരിപാലിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ, 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം എഴുതിയിട്ടുണ്ട്. അന്ന് എന്ന് ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിലുള്ള അന്ന്, ദൈവം പരിപാലിച്ച അന്ന്, ദൈവത്തിൻ്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിന്മേൽ ഉണ്ടായി. സൗഹൃദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നല്ല ഒരു കൂട്ട്, ഒരു കൂട്ടുകാരനെ പോലെ ദൈവത്തിൻ്റെ കൂട്ട്, സൗഹൃദം എൻ്റെ വീടിനുണ്ടായിരുന്നു എന്നാ പറഞ്ഞേ. മുകളിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദീപം അന്ന് എൻ്റെ ശിരസിന് മുകളിലുള്ളപ്പോൾ. ജോബ് ആരാന്നറിയാമോ? ജോബ് ഒരു കുടുംബനാഥനാണ്. കല്യാണം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുന്ന ഒരാളാണ് ജോബ്. കൂലിവേലയ്ക്ക് പോകുന്ന ഒരാളല്ല. അന്നത്തെ കാലത്തെ ഒരു അറിയപ്പെടുന്ന സമ്പന്നനുമായിരുന്നു. ആ ജോബ് പറയുവാണ്, ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സൗഹൃദം
എൻ്റെ കൂടാരത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നോ നിങ്ങളിലൂടെ ദൈവത്തിൻ്റെ സൗഹൃദം, ദൈവത്തിൻ്റെ ഒരു കൂട്ട്, സ്നേഹമുള്ളൊരു സൗഹൃദം നിങ്ങളുടെ വീടിനുണ്ടാകണം. ഹല്ലേലൂയ. ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ ഒരു സൗഹൃദം. ആ വ്യക്തിക്ക് മാത്രമല്ല, ആ വ്യക്തി പക്ഷെ എഴുതിയിട്ടില്ലല്ലോ, എൻ്റെ ഭാര്യയുടെ ശിരസിന് മുകളിൽ ദൈവത്തിൻ്റെ ദീപമുണ്ടായിരുന്നു, എൻ്റെ പിള്ളേരുടെ അല്ല. കുടുംബനാഥൻ പറയുക, അന്ന് ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്നു. ആ കാലത്തൊക്കെയും ദൈവത്തിൻ്റെ സൗഹൃദം, ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ കൂടാരത്തിനുണ്ടായിരുന്നു. ഇതുണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? ദൈവത്തിൻ്റെ സൗഹൃദം ഉണ്ടോ നിങ്ങളുടെ കുടുംബത്തിൽ? ദൈവത്തിൻ്റെ സൗഹൃദം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വഴക്കിന് സ്ഥാനമില്ല, ആ വീട്ടിൽ തമ്മിൽ തല്ലിന് സ്ഥാനമില്ല, ആ വീട്ടിൽ ഒരു തകർച്ചയ്ക്ക് സ്ഥാനമില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു സൗഹൃദം എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടാരത്തിനുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഇന്ന് നമുക്ക് നേടിയെടുക്കണം. എന്ത്? ദൈവത്തിൻ്റെ സൗഹൃദം, ദൈവവുമായിട്ടുള്ള ഒരു അടുത്ത ബന്ധം, അത് കൂടാരത്തിൽ വേണം. അടുത്ത ഭാഗം അനുഗ്രഹമാ. മൂന്നാമത്തെ വാക്യം, അഞ്ചാമത്തെ വാക്യം. സർവശക്തൻ എന്നോടുകൂടെ ഉണ്ടായിരുന്നു. എഴുതിയിരിക്കുവാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ കൂടെ ഉള്ളായിരുന്നു. ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിലുള്ളപ്പോൾ എന്തുണ്ടായിരുന്നു? സർവശക്തൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഈ കാര്യം കേൾക്കുമ്പോൾ അടുത്ത ഭാഗം നമ്മുടെ വീടുകളിൽ പലതും ഇല്ലാത്തതാണ്. എഴുതിയിരിക്കുവാണ്, എൻ്റെ സന്താനങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു, എൻ്റെ മക്കൾ എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മക്കൾ നമുക്ക് ചുറ്റും ഇല്ല, മനസ്സുകൊണ്ടില്ല. എന്തോ ചില മക്കൾക്ക് മാതാപിതാക്കളോട് ദേഷ്യമാണ്. ഇന്നും ആരോ ഒരാൾ എന്നോട് പറഞ്ഞു, 6 മാസമായി എൻ്റെ മകൻ എന്നെ വിളിച്ചിട്ട്. വേറെ ഒരു അമ്മ പറഞ്ഞു, എൻ്റെ മകൾ ഞാൻ അങ്ങോട്ട് വിളിച്ചാലേ എടുക്കത്തുള്ളൂ, എന്നതാണെന്നറിയത്തില്ല, ഇങ്ങോട്ട് വിളിക്കത്തില്ല, ഒരു കാര്യം തുറന്നു പറയത്തില്ല. നാട്ടുകാരല്ല പറഞ്ഞത്, സ്വന്തം അമ്മയും അപ്പനും ഒക്കെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ബൈബിൾ പറയുവാണ്, നിന്റെ മക്കൾ ഒരിക്കലും തെറ്റിപ്പിരിഞ്ഞു പോവുകയില്ല. ജോബ് പറയൂ, എൻ്റെ മക്കൾ അന്ന് എൻ്റെ മേശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു. കാര്യം അപ്പോൾ നിങ്ങൾ പറയും, എൻ്റെ കൊച്ചങ്ങ് ഓസ്ട്രേലിയയിലാണല്ലോ, സ്വിറ്റ്സർലൻഡിലാണല്ലോ. അതിനെക്കുറിച്ചല്ല, ശരീരം കൊണ്ട് അകലെയാണെങ്കിലും മനസ്സുകൊണ്ട് അടുത്തുണ്ടാകട്ടെ. മനസ്സുകൊണ്ട് എന്നും വിളിക്കുന്ന മക്കളുണ്ട്, എന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്ന മക്കളുണ്ടാകട്ടെ. എന്ത് കാര്യവും വീട്ടിൽ വിളിച്ച് മമ്മി പപ്പ എന്ന് പറയുന്ന ഒരു സൗഹൃദം. എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായെന്നറിയാമോ? ദൈവത്തിൻ്റെ ദീപം തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ, ആ ദൈവത്തിൻ്റെ സൗഹൃദം ആ വീടിനുണ്ടായിരുന്നപ്പോൾ മക്കൾ പല വഴിക്ക് പോയി തകർന്നു പോയി എന്നല്ല, വേറൊരു തെറ്റായ ബന്ധത്തിൽ ഒരാൾ അങ്ങോട്ട് പോയി, വേറൊരു ബന്ധത്തിൽ ഇങ്ങോട്ട് പോയി, മക്കളെല്ലാം പല വഴിക്കായി എന്നല്ല പറഞ്ഞ്. അന്ന് എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു. നിങ്ങളും പ്രാർത്ഥിച്ച് നിങ്ങളുടെ മക്കളെ ഓർത്തല്ലേ പലരും അധികമായി വേദനിക്കുന്നത്? മക്കളെ ഓർത്തല്ലേ പലരും ഭാരപ്പെടുന്നത്? നിങ്ങളുടെ മക്കൾ എത്ര വളർന്നാലും അത് തെറ്റിപ്പിരിഞ്ഞ് വഴക്കുണ്ടാക്കി ശത്രുതയിലായി പല വഴിക്കാകാതെ ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ മക്കൾ ജോബിനെ പോലെ പറഞ്ഞ്, കർത്താവ് ഇതുപോലത്തെ ഒരു അനുഗ്രഹം എൻ്റെ വീടിനും തരണേ എന്ന് പറഞ്ഞ്, ഇതുപോലത്തെ അനുഗ്രഹം എൻ്റെ കൂടാരത്തിന് ഒന്ന് വേണം, ഇതുപോലത്തെ ഒരു അനുഗ്രഹമാണ് വേണ്ടത്. അതിനുവേണ്ടിയല്ലേ നമ്മൾ വന്നത്? എൻ്റെ വീട് ഇന്ന് ആകെ തകർന്നു കിടക്കുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ ചെന്നാൽ തന്നെ അധികം മിണ്ടാട്ടമില്ല. അല്ല, ആ സാഹചര്യം മാറും. ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിലുണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ സൗഹൃദം എനിക്കുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സൗഹൃദം എനിക്ക് മാത്രമല്ല, സർവശക്തൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ ഗുണം? എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരുപക്ഷെ അവർ ഇവിടെ ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ അവർ വീടുകളിലായിരിക്കാം, ഒരുപക്ഷെ ഇവിടെ വന്ന് കാണും, പക്ഷേ അപ്പുറത്തായിരിക്കും ഉള്ളത്. ചിലപ്പോൾ ഇവിടെ വന്ന് കാണും, അവരപ്പുറത്ത് വാഹനത്തിൽ ഇരുന്ന് പാട്ട് കേട്ടോണ്ടിരിക്കുമായിരിക്കും. ഒരുപക്ഷെ അപ്പുറത്തെ താഴത്തെ ചായക്കടയിലൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടാകും. വിളിച്ചിട്ട് വന്നിട്ടില്ലെന്നൊക്കെ പരാതി കാണും. സാരമില്ല, മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ മകൻ കാനഡയിലാകാം, ഓസ്ട്രേലിയയിലാകാം, സൗത്ത് ആഫ്രിക്കയിലാകാം, UAE-യിലാകാം, ചെന്നൈയിലാകാം, ബാംഗ്ലൂരാകാം, കോയമ്പത്തൂരാകാം, മംഗലാപുരത്താകാം, നഴ്സിംഗ് പഠിക്കുമായിരിക്കാം, മൈസൂരായിരിക്കും, എവിടെയും ആകട്ടെ, എൻ്റെ മക്കൾ ഒരിക്കലും കർത്താവേ
ചെതറിപ്പോകാൻ ഇടയാകരുത്. ഞങ്ങളുടെ കുടുംബത്തിൽ എന്തെന്നില്ലാത്തൊരു സ്നേഹം ഇപ്പോൾ തന്നെ ഉണ്ടാകണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾ കാണേണ്ടത് ഞങ്ങളുടെ വീടിൻ്റെ സമാധാനമാണ്, വഴക്കുകളല്ല. നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ വചനം നിന്റെ കൂടാരത്തിൻ്റെ മുകളിലുണ്ടോ? ദൈവത്തിൻ്റെ വചനം ശിരസിൻ്റെ മുകളിലുണ്ടോ? നിന്റെ ദൈവത്തിൻ്റെ സൗഹൃദം, സ്നേഹമുള്ളൊരു കൂട്ട്, സ്നേഹമുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തിൻ്റെ ഫ്രണ്ട്ഷിപ്പ് നിന്റെ കൂടാരത്തിന് ചുറ്റും. മാത്രമല്ല നിന്റെ മക്കൾ ഐശ്വര്യമായി നിന്റെ മേശയ്ക്ക് ചുറ്റും ഉണ്ടാകും. എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളെയൊക്കെ ഒന്ന് ഓർത്ത് അവരുടെ പേരൊക്കെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. മകനെ ഓർത്ത് വിഷമമുള്ളവരുണ്ട്, മകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. നിങ്ങളുടെ മക്കൾ നഷ്ടപ്പെട്ടു പോവുകയില്ല, നിങ്ങളുടെ മകൾ നശിച്ചു പോകത്തില്ല. ദൈവത്തിൻ്റെ സൗഹൃദമുണ്ട്, ദൈവത്തിൻ്റെ ഒരു കരം അവരെ എവിടെയോ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ കരം അവിടെ ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. ബൈബിൾ വചനം പറയുന്നു, ജോബ് പറയുന്നു, എന്നെ അനുഗ്രഹിച്ച ആ കാലത്ത്, എന്നെ ദൈവം പരിപാലിച്ച ആ കാലത്ത്, ദൈവത്തിൻ്റെ സൗഹൃദം ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ മക്കൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ഒരു മനസ്സോടെ, ഒരേപോലെ കർത്താവേ, അപ്പനും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അനുഗ്രഹമുള്ള ഒരു ബന്ധം വർദ്ധിക്കട്ടെ. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചേ. ഇതൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ മറക്കുമോ? പെട്ടെന്നൊന്നും മറന്നു കളയരുത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് മോട്ടിവേഷൻ മെസ്സേജുകളല്ല, ദൈവത്തിൻ്റെ വാക്കുകളാണ്. ദൈവത്തിൻ്റെ വാക്കുകളാണ്. ഇത് വേദപുസ്തകത്തിലെ വാക്കുകളാണ്. ഇത് ജീവനുള്ള വാക്കുകളാണ്. അക്ഷരങ്ങളുടെ ഒരു കൂട്ടമല്ല, ഇത് ജീവൻ നൽകുന്ന വാക്കുകളുടെ കൂട്ടമാണ്. ജീവൻ എടുക്കുന്നൊരു ദൈവത്തിൻ്റെ വാക്കല്ല, ജീവൻ പോലും നൽകിയ ദൈവത്തിൻ്റെ വാക്കുകളാണ്. ജീവൻ പോലും യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനാണെന്ന്. ഞാൻ വന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ്. ഇവിടെ വച്ച് ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. ഇവിടെ വച്ച് ചില അകൽച്ചകൾ മാറട്ടെ. ഇവിടെ വച്ച് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില സ്നേഹം വർദ്ധിച്ചു വരട്ടെ. ഇവിടെ വച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവിടെ വച്ച് നിങ്ങളുടെ മക്കൾ കൂടാരത്തിന് ചുറ്റും പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി ജീസസ്, ഹല്ലേലൂയ. യേശുവേ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. യേശുവേ ഒരു വാക്കുമതി, യേശുവേ ഒരു വാക്കുമതി, ജീവനുള്ള ഒരു വചനം മതി. യേശുവേ എൻ പ്രിയനേ, കരങ്ങൾ താഴ്ത്തി നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ. ഒരിക്കൽ കൂടി അത് പറഞ്ഞേ. യേശുവേ എൻ പ്രിയനേ, നിന്റെ മൃദുസ്വരം മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്കു മതിയെനിക്ക്. പറഞ്ഞേ, മറ്റൊന്നും വേണ്ടിപ്പോൾ നിന്റെ ഒരു വാക്ക്, നിന്റെ ഒരു വാക്കു മതിയെനിക്ക് എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ശ്രദ്ധയോടെ കേട്ടോ. ദൈവത്തിൻ്റെ വചനം എൻ്റെ തലയ്ക്ക് മുകളിൽ ഇരുന്നപ്പോൾ എൻ്റെ മക്കൾ ഒരെണ്ണം നശിച്ചു പോയിട്ടില്ലെന്നാണ് ജോബ് പറഞ്ഞത്. ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും കേൾക്കുന്ന അമ്മമാരും അപ്പച്ചന്മാരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഓണമായിട്ടും അവധിയായിട്ടും ഇവിടെ വന്നവരുണ്ട്. ആരും കയറ് കെട്ടി നിർബന്ധിച്ച് വലിച്ചടിച്ച് കൊണ്ടുവന്നൊന്നുമല്ല. അങ്ങനെ ആയിരുന്നേ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ തുറന്ന വാതിലൂടെ ഇറങ്ങിപ്പോയേനെ. ആരും പോയില്ലല്ലോ. എത്ര മണിക്കൂറായിരിക്കാൻ തുടങ്ങിയിട്ട്. ബാത്റൂമിൽ പോലും പോകാൻ പലരും മടിച്ചിവിടെ ഇരിക്കത്തുണ്ട്. ബാത്റൂമിൽ പോലും ഇപ്പോൾ പോകേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് ചിന്തിച്ചിരിക്കുക. പക്ഷേ ഈ വചനം കേൾക്കാൻ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരല്ലേ. ശ്രദ്ധിച്ചേ, ജോബ് പറയുക, ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിൽ ഉള്ളപ്പം എൻ്റെ മക്കൾ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയില്ലെന്ന്. എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എൻ്റെ ജോബ് പറയുവാണ്, എൻ്റെ ആ പഴയ കാലം ഞാൻ ഓർക്കുന്നു. ഇനി അടുത്ത ഭാഗം ഇങ്ങനെ, അടുത്ത വാക്യം, എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി. അപ്പം ഒരു കൂലിപ്പണിക്കാരൻ്റെ കാലുകളൊന്നും ആരും പാലുകൊണ്ട് കഴുകത്തില്ല. ഒരു സാധാരണക്കാരൻ്റെ പാദം ആരും പാലുകൊണ്ട് കഴുകത്തില്ല. പണ്ടത്തെ കാലം അത്രയും ശ്രേഷ്ഠരായ ഒരാളുടെ കാലാണ്, പാദമാണ്. വെള്ളം കൊണ്ട് കഴുകിയെന്നല്ല,
ചൂടുവെള്ളം കൊണ്ട്, തണുത്ത വെള്ളം കൊണ്ടല്ല, പാല് കൊണ്ട് കഴുകി. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു ദീപം പോലെ ആ മനുഷ്യൻ്റെ തലയ്ക്ക് മുകളിലുള്ളപ്പോൾ ആ വ്യക്തിക്ക് ദൈവം ശ്രേഷ്ഠമായൊരു സ്ഥാനം കൊടുത്ത് സമൂഹത്തിൽ ദൈവം അനുഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് എഴുതി, അന്നത്തെ കാലത്ത് എൻ്റെ പാദങ്ങൾ, അന്നത്തെ ആളുകൾ പാലുകൊണ്ട് കഴുകിയിരുന്നു. എൻ്റെ പാദം പാലുകൊണ്ട് മനുഷ്യർ എഴുതിയിരിക്കുന്നത് അങ്ങനെയാ. അന്ന് എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകിയായിരുന്നു എന്ന്. ആ മനുഷ്യൻ ആ സമൂഹത്തിൽ, ആ ദേശത്ത് എന്തുമാത്രം സ്ഥാനം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹം നിനക്ക് വരുമ്പോൾ നിൻ്റെ വീട്ടിൽ നിനക്കൊരു നല്ല സ്ഥാനം ഉണ്ടാവും, നാട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും, പഞ്ചായത്തിലും പള്ളിയിലും ദേശത്തും കല്യാണ വീട്ടിലും ആഘോഷം. നിൻ്റെ വാക്കിനൊരു വിലയുണ്ടാവും. നിനക്കിരിക്കാൻ അവിടെ ഒരു കസേര കാണും. നീ വരുമ്പോൾ ഇരിക്കാൻ നിനക്കൊരു കസേര വീട്ടിലും ഉണ്ടാകും, നാട്ടിലും ഉണ്ടാകും. ഏത് വീട്ടിൽ ചെന്നാലും ഇരിക്കാൻ പറയും. സാർ ഇരിക്കുക. ജോബിന് അങ്ങനെ ഒരു സ്ഥാനം ദൈവം കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന യുവതി യുവാക്കൾ, ഇവിടെ ഇരിക്കുന്നവരുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിലോ അനുഗ്രഹമാണോ ശിരസിന് മുകളിൽ നിൽക്കുന്നത്? നിൻ്റെ വീട്ടിൽ, നിൻ്റെ ഭാര്യ വീട്ടിൽ, നിൻ്റെ ഭർത്തൃ വീട്ടിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. നിന്നെ അനേകർ ബഹുമാനിക്കാൻ ഇട വന്നിരിക്കും. എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ, ജോബ് പറഞ്ഞല്ലോ, എനിക്ക് അന്ന് ഒത്തിരി പൈസ ഉണ്ടായിരുന്നുകൊണ്ട് ആളുകൾ എൻ്റെ കാല് പാദം കൊണ്ട് കഴുകിയെന്നല്ല, അന്ന് അങ്ങയുടെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിലുള്ളപ്പോൾ മനുഷ്യരെൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകിയായിരുന്നു. അതൊരു വലിയ സ്ഥാനമാണ്. നിനക്ക് ദൈവം നൽകുന്ന നല്ല സ്ഥാനങ്ങളുണ്ടാകട്ടെ. നിന്റെ വാക്കിന് വിലയുള്ള വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വീഴാൻ ഇടയാകട്ടെ. നല്ല വാക്കുകൾ നിന്റെ വായിൽ നിന്ന് തെറിയും ചീത്തയും ശപിക്കപ്പെട്ട നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ വരട്ടെ, ഇപ്പം കാണിച്ചു തരാമെന്നുള്ള വാക്കുകളല്ല. നിന്റെ ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അവർ ബഹുമാനിക്കുന്ന വിധത്തിൽ വാക്കുകൾ പറയാൻ നാവിനെ ദൈവം അനുഗ്രഹം തരട്ടെ. അങ്ങനെ നല്ല വാക്കുകൾ വരുമ്പോൾ നിന്റെ കുടുംബത്തിൽ തന്നെ നിനക്കൊരു സ്ഥാനമുണ്ടാകും. നിന്റെ കാൽപാദങ്ങൾ പാലുകൊണ്ടൊന്നും കഴുകിയില്ലേലും നിന്റെ കാൽപാദം ഒരു അനുഗ്രഹമായിട്ട് മാറും. ചില ആളുകൾ ചില മക്കൾ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ അപ്പൻ വീട്ടിൽ വരല്ലേ എന്ന്. വീട്ടിൽ വന്ന വഴക്ക. ചില അമ്മമാർ പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ജീവിത പങ്കാളി 1 മാസം കഴിഞ്ഞേ ഇങ്ങോട്ട് വരാവുള്ളേ, പുള്ളി അവിടെ എങ്ങാനും നിന്നോട്ടെ, എവിടെയും പുള്ളി നിന്നോട്ടെ, ഇവിടെ വന്നാൽ പിന്നെ സമാധാനമില്ല. എന്നാൽ ചില ആളുകൾ പ്രാർത്ഥിക്കും, ആ മനുഷ്യനൊന്ന് വേഗത്തിൽ വന്നായിരുന്നെങ്കിൽ. ചില ആളുകൾ പ്രാർത്ഥിക്കും, നിങ്ങൾ എന്നാ വരുന്നത്, നിങ്ങൾ അത്രയും നാൾ നിൽക്കേണ്ട, തിങ്കളാഴ്ച തന്നെ ഇങ്ങോട്ട് വാ. ചില ആളുകൾ അവരുടെ സാന്നിധ്യം ഒരു അനുഗ്രഹമാണ്. നിങ്ങളുടെ സാന്നിധ്യം, ഈ പ്രാർത്ഥന കേട്ടേച്ച് ഒരു ഗുണവുമില്ലാതെ ദേഹത്തെ പറ്റിയ ചെളി കഴുകിക്കളയുന്ന പോലെ ഈ കേട്ട വചനം കളയല്ല്. ഇത് നിനക്കൊരു സ്ഥാനം നൽകുന്ന വാക്കുകളാണ്. ജോബ് പറഞ്ഞ, അന്ന് എന്നെ ദൈവം പരിപാലിച്ച കാലത്ത്, ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന കാലത്ത്, ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ സൗഹൃദ ബന്ധം ആ കൂടാരത്തിനുണ്ടായിരുന്ന കാലത്ത് എൻ്റെ പാദങ്ങൾ അന്നത്തെ കാലത്തെ മനുഷ്യർ പാലുകൊണ്ട് കഴുകുമായിരുന്നു എന്ന്. അതിൻ്റെ അർത്ഥം ആ മനുഷ്യൻ അന്നത്തെ കാലത്തൊരു സ്ഥാനം ഉണ്ടായിരുന്നു എന്നാ. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്ന നിനക്ക് ഒരു നല്ല സ്ഥാനം ഉണ്ടായിരിക്കട്ടെ. നിന്റെ വീട്ടിൽ നിനക്കൊരു നല്ല സ്ഥാനം. ചില ആൾക്കാരില്ലേ നമ്മുടെ വീട്ടിൽ, ചിലരോട് ചോദിച്ചിട്ടേ കാര്യം ചെയ്യുള്ളൂ. അഭിപ്രായം മുഴുവൻ ചോദിക്കുന്ന പുള്ളിയോടാ എന്നാ ചെയ്യണ്ടേ. വെറും കല്യാണം വന്നാലും നമ്മൾ പന്തൽ എങ്ങനെയാണ് ഇടണ്ടേ, ഭക്ഷണം കാറ്ററിംഗുകാരെ നമുക്ക് ഏൽപ്പിക്കണോ, ഇവിടെ ഫുഡ് വല്ലതും ഉണ്ടാക്കണോ, എല്ലാം പുള്ളിയോട് ചോദിക്കും. പുള്ളിയുടെ വാക്കിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വാക്കുകൾക്കൊരു വിലയുണ്ടാകട്ടെ, നിങ്ങളുടെ വാക്കുകൾ ഒരു അനുഗ്രഹമാകട്ടെ. ജോബിന് അങ്ങനെ അനുഭവം ഉണ്ടായി. അടുത്ത ഭാഗമാണ്, അടുത്ത വാക്യം. പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു. അയ്യോ, എണ്ണയെന്നൊരിക്കലും അല്ല, പാറയിൽ നിന്നൊരിക്കലും എണ്ണ വരത്തില്ല. പാറയിൽ നിന്ന് എങ്ങനെ എണ്ണ വരുന്നത് തേങ്ങയിൽ നിന്നും അല്ലെങ്കിൽ സൂര്യകാന്തി പൂവിൽ നിന്നൊക്കെ എണ്ണ എടുക്കാറുണ്ട്. എള്ളിൽ നിന്നും ഒക്കെ എണ്ണ എടുക്കും. പാറയിൽ നിന്ന് ആരെങ്കിലും എണ്ണ എടുക്കും. പാറ ആരെങ്കിലും മില്ലിക്കൊണ്ടുപോയി ആട്ടുന്നത് കണ്ടിട്ടുണ്ടോ? പാറയിൽ നിന്ന് മെറ്റിലോ സിമെൻറ്റിൻ്റെ പൊടിയൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ ബൈബിൾ പറയുവാണ്,
അന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ച കാലത്ത് പാറയിൽ നിന്ന് പോലും ദൈവം എനിക്ക് എണ്ണയെ നൽകിയിരുന്നു. എഴുതിയിരിക്കുക, പാറ എനിക്ക് വേണ്ടി എണ്ണ പകർന്നു തന്നു. പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്നെ തേടി വരും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് നിനക്കൊരു അനുഗ്രഹം വരും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ചില നന്മകൾ നിന്റെ ജീവിതത്തിൽ വരും. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന, വളർത്തുന്ന നന്മകൾ വരും. ചിലര് പറയില്ലേ ആ പുള്ളി എനിക്കിങ്ങനെ ഒരു ഓഫർ തരുമെന്ന് ഞാൻ സ്വപ്നത്തെ വിചാരിച്ചില്ല. ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാ, ഞങ്ങളെ ഒന്ന് കൊണ്ടുപോവോ, ഞങ്ങളുടെ പിള്ളേരിൽ ഒരാളെ. അന്നെല്ലാം പുള്ളി പറയുമായിരുന്നു, ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഇവിടെയൊന്നും പിടിച്ചു നിൽക്കാൻ പാടാ, ഞങ്ങൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ടൊക്കെയാണ് പിടിച്ചു നിന്നെന്ന്, ബുദ്ധിമുട്ടാണെന്ന്. പക്ഷെ ഇവർ ആ പ്രതീക്ഷ വിട്ടതാ. ഒരു ദിവസം അവർ തന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരത്തിൽ പറയുക, നീ ഇന്നതുപോലെ പഠിക്കുവാണെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ട് നിർത്തി നോക്കാമെന്ന്. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന്, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് നിനക്കുള്ള അനുഗ്രഹത്തെ ദൈവം പകർന്നു തരാൻ തുടങ്ങും. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് ചില സാമ്പത്തിക സഹായം ചിലപ്പോൾ നിനക്ക് വന്നെന്നിരിക്കും. ഒരാൾക്കും 5 രൂപ പോലും കൊടുക്കാത്ത ആൾ, ഒരാൾക്കും അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അത്രയും പിശുക്കൻ നിന്നോട് വാഗ്ദാനം ചെയ്യും, കുറച്ച് പൈസ നീ ആവുന്ന കാലത്ത് ചെയ്താൽ മതി, നീ വന്നങ്ങ് മേടിച്ചോ. പ്രതീക്ഷിക്കാത്ത ഇവിടെ ജോബ് പറയുക, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പാറ എനിക്ക് എണ്ണ തരുമെന്ന്. പക്ഷെ പ്രതീക്ഷിക്കാത്ത പാറയിൽ നിന്ന് ദൈവം എനിക്ക് എണ്ണയെ പകർന്നു നൽകി. ചില നന്മകൾ, ഈ ശുശ്രൂഷ, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്, ഈ കേൾക്കുന്ന വചനം, ഇവിടെയുള്ള പാട്ടുകൾ, ഇവിടെയുള്ള ആരാധനകൾ, ഇവിടെയൊക്കെ നിനക്ക് പകർന്നു നൽകുന്നത് ഒരു നന്മയായിരിക്കട്ടെ. ജോബ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം അന്നെൻ്റെ ശിരസിൻ്റെ മുകളിൽ നിന്നപ്പോൾ പ്രതീക്ഷിക്കാത്ത നന്മകളാ ദൈവം എനിക്ക് നൽകിയത്. പ്രതീക്ഷിക്കുക. നിങ്ങളിപ്പോൾ പല ആളുകളുടെയും പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പറയാം, അമേരിക്കയിൽ നിയമവ്യത്യാസമാണ്, അയർലൻഡിൽ പ്രശ്നമാണ്, ജർമ്മനിയിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, UK ഭയങ്കര സ്ട്രിക്റ്റാണ്. ദൈവം എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയല്ലോ, ഇനി ഞാൻ ഏത് രാജ്യത്ത് പോകും? നീ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്ന് ദൈവം നിനക്ക് പകർന്നു തരാൻ തുടങ്ങും. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വിസ ശരിയാകും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ PR കിട്ടുമെന്ന്, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ മുന്നോട്ട് നീങ്ങുമെന്ന് ഞാൻ വിചാരിക്കാത്ത നന്മകൾ നിനക്ക് വരും. ജോബ് പറഞ്ഞത് എന്താണ്? എനിക്ക് തേങ്ങയിൽ നിന്ന് എണ്ണ കിട്ടിയെന്നോ എള്ളിൽ നിന്ന് എണ്ണ കിട്ടിയെന്നോ, പാറയിൽ നിന്ന് എണ്ണ ദൈവം എനിക്ക് പകർന്നു നൽകുന്ന ഇന്നുവരെ ഞാൻ ലോക ചരിത്രത്തിൽ കേട്ടിട്ടില്ല പാറയിൽ നിന്ന് എണ്ണ വരുന്നത്. പാറയിൽ നിന്ന് എങ്ങനെ എണ്ണ വരുന്നത്? ഇതെന്താ മനുഷ്യനെ പൊട്ടനാക്കുന്ന കാര്യമാണോ? അല്ല, ഇത് ജോബിൻ്റെ അനുഭവമാണ്. ജോബ് പറയുക, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് എനിക്ക് ദൈവം നന്മകൾ തരാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. എപ്പോ? ദൈവത്തിൻ്റെ സൗഹൃദം എനിക്കുണ്ടായിരുന്നപ്പോൾ. അല്ല, അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ദീപം എൻ്റെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഒരു കരം ഉയർത്തി, ശബ്ദം ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 7-ാമത്തെ വാക്യം ഭയങ്കര അനുഗ്രഹമാണ്. 7-ാമത്തെ വാക്യം, ഞാൻ നഗര കവാടത്തിന് പുറത്തു വന്നു. ഞാൻ പട്ടണത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ പൊതുസ്ഥലത്ത് ഞാൻ എൻ്റെ ഇരിപ്പിടം ഒരുക്കി. പൊതുസ്ഥലത്തൊക്കെ ഇരിക്കണേ ഒരു ജഡ്ജിയുടെ പദവിയാണ് വന്നിരിക്കുന്നത്. ഒരു നല്ല സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഒരാൾ പറയുന്ന പോലെ പറയുക, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആൾക്കാർ കസേരയിടും. അപ്പോൾ അവിടെയുള്ള യുവാക്കൾ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. താഴെ എഴുതിയിട്ടുണ്ട്, യുവാക്കൾ എന്നെ കണ്ട് പിൻവാങ്ങി. യുവാക്കൾ, ചെറുപ്പക്കാർ എന്നെ കണ്ട് വേഗത്തിൽ. നമ്മൾ ഒത്തിരി സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് പുറകോട്ട് മാറി നിൽക്കും. അതുപോലെ ജോബ് പറയുക, അന്ന് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നഗരത്തിൻ്റെ പുറത്തു നിന്നിരുന്ന യുവാക്കൾ പിൻവാങ്ങുമായിരുന്നു, കുറച്ച് മാറി നിൽക്കുമായിരുന്നു. അപ്പോൾ യുവാക്കൾ പോലും ജോബിനെ ബഹുമാനിച്ചിരുന്നു. പട്ടണത്തിൽ പോലും ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. നഗരത്തിൽ നിന്ന്, പള്ളിയിൽ നിന്നല്ല എഴുതിയിരിക്കുന്നത്, പള്ളിയിൽ വന്നപ്പോഴെന്നല്ല, നഗരത്തിൽ, പട്ടണത്തിൽ, നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു വിലയുണ്ടാകട്ടെ. നിങ്ങൾ പാർക്കുന്ന നാട്ടിൽ, നിങ്ങളുടെ ദേശം ഏതാണ്? ഇത് വടുവഞ്ചാൽ ദേശമാണ്. ഈ ദേശത്ത് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, നിങ്ങൾ താമസിക്കുന്ന ദേശത്ത് നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിൽ നിനക്കൊരു സ്ഥാനമുണ്ടാകട്ടെ. ജോബ് പറയുക, അന്ന്
ദൈവത്തിൻ്റെ വചനം ദീപമായി എൻ്റെ ശിരസിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന കാലത്ത്, ദൈവത്തിൻ്റെ ഒരു സൗഹൃദം എനിക്കുണ്ടായിരുന്ന കാലത്ത്, ദൈവത്തിൻ്റെ ഒരു കൂട്ടെൻ്റെ കൂടാരത്തിനുണ്ടായിരുന്ന കാലത്ത്, ഞാൻ നഗരത്തിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ യുവാക്കൾ പോലും എഴുന്നേറ്റ് പെട്ടെന്ന് പുറകോട്ട് മാറുമായിരുന്നു. അടുത്ത ഭാഗം, വൃദ്ധർ എഴുന്നേറ്റ് നിന്നു. ജോബിനേക്കാൾ പ്രായമുള്ളവർ പോലും എഴുന്നേറ്റ് നിന്നു. ആമേൻ. ജോബിന് 50 വയസ്സാണെങ്കിൽ 70 വയസ്സുള്ള 80 വയസ്സുള്ള 90 വയസ്സുള്ള ആളുകളെയാ വൃദ്ധർ എന്ന് പറയുന്നത്. വൃദ്ധർ പോലും, അല്ലെങ്കിൽ 80-90 വയസ്സുള്ളവരെ കുറിച്ച് എഴുതിയിരിക്കുക, പ്രായമായവർ പോലും എന്നെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ സ്ഥാനം നോക്കൂ. പ്രായമായവരെ കാണുമ്പോൾ നമ്മൾ എഴുന്നേക്കാറുണ്ട്. പക്ഷെ ജോബ് പറയുക, എന്നേക്കാൾ പ്രായമുള്ളവർ നഗരത്തിൻ്റെ പുറത്ത് എന്നെ കാണുമ്പോൾ ഇരിക്കുന്ന കസേരയിൽ എഴുന്നേൽക്കുമായിരുന്നു. പാലുകൊണ്ട് പാദങ്ങൾ കഴുകി. മാത്രമല്ല, എവിടെയും ആ മനുഷ്യനൊരു സ്ഥാനം. ഇതെപ്പോഴാണെന്നറിയോ? പൈസ ഉണ്ടായിരുന്ന കാലത്തും വലിയ ആളാന്ന് പറഞ്ഞ് നടന്ന കാലത്തും അല്ല. പിന്നെയോ, ദൈവത്തിൻ്റെ വചനം ഒരു ദീപം പോലെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ, ദൈവത്തിൻ്റെ സൗഹൃദം, അവിടുത്തെ MLA-യുമായി എനിക്ക് ബന്ധമുള്ളപ്പോൾ, അവിടുത്തെ SP-യുമായി എനിക്ക് ബന്ധമുള്ളപ്പോൾ, അവിടുത്തെ മന്ത്രിയുമായി എനിക്ക് ബന്ധമുള്ളപ്പോൾ, നല്ല ജോബ് എഴുതിയിരിക്കുന്നത് എനിക്ക് ദൈവത്തോട് കൂട്ടുണ്ടായിരുന്നപ്പോൾ, എനിക്ക് ദൈവത്തോട് അതാ പറയുന്നത്, മനുഷ്യനോട് പിണങ്ങാം, സാരയില്ല. മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം. ദൈവത്തോട് പിണങ്ങരുത്. പള്ളിയിലെ അച്ഛനോട് പിണങ്ങാം, പള്ളിയിലെ ശുശ്രൂഷകരോട് പിണങ്ങാം, എന്നോട് പിണങ്ങാം. ആ പിണക്കം ദൈവത്തോടും കൂടെ ആകല്ല്. പല മനുഷ്യരും പള്ളിയിൽ അച്ഛനോട് പിണങ്ങി, ഇപ്പോൾ ദൈവത്തോടും കൂടെയുള്ള പിണക്കമായി അത് മാറി. പള്ളിയിൽ അച്ഛനോട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, ശുശ്രൂഷകരുടെ എന്നോട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാം, എന്നോട് ചൂടാകാം, ദേഷ്യപ്പെടാം, എന്നോട് പിണങ്ങാം. ഇനി ഇവിടെ ഞാൻ വരുന്നില്ല ചോ, ഈ പഞ്ചായത്തിൽ പോലും ഞാൻ കാല് കൂത്തുന്നില്ല, ഞാൻ പോവാന്ന് പറയാം. സാരമില്ല, കുഴപ്പമില്ല, എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടായിട്ടാകാം, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, മനുഷ്യൻ പിണങ്ങാറുണ്ട്. പക്ഷെ ആ പിണക്കം ഒരിക്കലും, ആ പിണക്കം ദൈവത്തോടും കൂടെ പിണങ്ങാനാകരുത്. പല മനുഷ്യരുമായിട്ടുള്ള പിണക്കം ദൈവത്തോടുള്ള പിണക്കമായി മാറിയിട്ടുണ്ട്. കാരണം അതാ ബൈബിൾ പറയുന്ന, ജോബ് പറയുക, എൻ്റെ ദൈവത്തോട് ഞാൻ സൗഹൃദം ഉണ്ടായിരുന്നപ്പോൾ ഈ വൃദ്ധന്മാർ പോലും എന്നെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അത് വലിയ സ്ഥാനമാ. അടുത്ത ഭാഗം, പ്രഭുക്കന്മാർ വാപൊത്തി മൗനം ഭജിച്ചു. പ്രഭുക്കന്മാർ, നമ്മുടെ ഇവിടെയുള്ള 100 ഏക്കർ സ്ഥലമുള്ള ഒരാളെ നമ്മൾ പ്രഭു എന്ന് വിളിക്കാറില്ല. കുറച്ച് കാശുള്ള ഒരാൾ. പ്രഭു എന്ന വാക്ക് പോലും നമ്മുടെ കണക്ക് കൂട്ടലിനപ്പുറം സമ്പത്തും സ്ഥലവുമുള്ളവരെയാ പുള്ളി ഒരു പ്രഭുവാണ് എന്ന് പറയുക. ഇവിടെ എഴുതിയിരിക്കുക, ജോബ് പറയുക, പ്രഭുക്കന്മാർ പോലും വാപൊത്തുക എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് നമ്മളെക്കാൾ ഉയർന്ന ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ വാപൊത്തുമായിരുന്നു പ്രഭുക്കന്മാർ പോലും. അപ്പൊ ജോബിന്റെ സ്ഥാനം എത്ര മുമ്പിലാന്നോർക്ക്. ജോബിന് അവിടുത്തെ മന്ത്രിയുമായി ബന്ധമുണ്ടായിരുന്നപ്പോഴല്ല, ദൈവത്തോട് ബന്ധമുണ്ടായിരുന്നപ്പോൾ പ്രഭുക്കന്മാർ പോലും ജോബിനെ കാണുമ്പോൾ വാപൊത്തുമായിരുന്നു. ബഹുമാനം കൊണ്ട് പ്രഭുക്കന്മാർ വാപൊത്തി മൗനം ഭജിച്ചു, മിണ്ടിയലായിരുന്നു, വാപൊത്തി. അടുത്തത്, ശ്രേഷ്ഠന്മാർ ശബ്ദമടക്കുകയും. ശ്രേഷ്ഠന്മാർ നിസാരക്കാരല്ല, ഇവിടെയുള്ള സാധാരണക്കാരെ കുറിച്ചല്ല, സമൂഹത്തിൽ നിലയും വിലയുമുള്ള ശ്രേഷ്ഠന്മാർ ശബ്ദമടക്കുകയും മിണ്ടാതിരിക്കുകയും അവരുടെ നാക്ക് അണ്ണാക്കിനോട് പേടിച്ചിട്ട് നാക്ക് അണ്ണാക്കിനോട് ഒട്ടിച്ചേരുകയും ചെയ്തായിരുന്നു. ജോബ് ഇതൊക്കെ ഓർക്കുക. ദൈവത്തോട് എനിക്ക് ബന്ധമുണ്ടായിരുന്നപ്പോൾ എന്തെല്ലാം അനുഗ്രഹമാ എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇത് മറക്കല്ല്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ നിനക്കൊരു സ്ഥാനം ഉണ്ടാവും. ഭാര്യയാകും, ഭർത്താവാകും, പള്ളിയിലച്ഛനാകും, സിസ്റ്ററാകും, ആരാകും, ദൈവത്തോട് സൗഹൃദമില്ലേ, നീ ആരായിരുന്നാലും നിനക്കൊരു സ്ഥാനവും എവിടെ ഉണ്ടാകത്തില്ല. നിനക്കൊരു സ്ഥാനം വേണം, നിൻ്റെ വാക്കിനൊരു വില വേണം. നീ വാക്ക് പറയുമ്പോൾ ആളുകൾ നമ്മളെ കൊഞ്ഞനം കുത്തി കാണിക്കാൻ പാടില്ല. ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് അത് ഹൃദയത്തിലെത്തുന്ന വാക്കുകളാകണം. ഇതെല്ലാം എവിടെ എഴുതി വച്ചിരിക്കുന്നത്? ഇതെല്ലാം എഴുതി വച്ചിരിക്കുന്നത് മോട്ടിവേഷൻ മെസ്സേജിൻ്റെ താഴെയല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തിലാണ്. നമ്മളിതൊന്ന് പ്രാർത്ഥിക്കണ്ടേ? ഈ വിഷയം പ്രാർത്ഥിക്കണം. ഈ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈ വിഷയം പ്രാർത്ഥിക്കാതെ സാരമില്ലെന്ന് പറഞ്ഞ് പോകാൻ പറ്റത്തില്ല. ഈ വിഷയത്തിനകത്ത് പ്രാർത്ഥിക്കാനുള്ള കുറേ കാര്യമുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടിയോ എന്നെനിക്കറിയത്തില്ല, എന്തേരം ഇത് മനസ്സിലായി എന്നറിയത്തില്ല. വായിക്കണം കേട്ടോ, സമയമുള്ള പോലെ
ഇന്ന് ഓണമാ, തിരക്കൊക്കെയുള്ള ദിവസമാണ്. എന്നാൽ എപ്പോഴേലും സമയം കിട്ടുമ്പം ജോബിൻ്റെ പുസ്തകം 29-ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. ജോബ് പറയുവാ, ദൈവം എന്നെ അനുഗ്രഹിച്ചപ്പോൾ യുവാക്കൾ പോലും പുറകോട്ട് മാറി നിൽക്കുമായിരുന്നു. പ്രഭുക്കന്മാർ വാപൊത്തി സംസാരിക്കുമായിരുന്നു. എന്നേക്കാൾ പ്രായമുള്ളവർ എന്നെ കണ്ട് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. ശ്രേഷ്ഠന്മാർ വാപൊത്തുമായിരുന്നു, അല്ലെങ്കിൽ ബഹുമാനം. ജോബ് പറയുക, അന്ന് എനിക്കൊരു സ്ഥാനം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം വരും. ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് കണ്ണുകളടച്ച്, നിങ്ങളുടെ വീട്ടിൽ നിനക്കൊരു സ്ഥാനമുണ്ടോ? ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, ദൈവാനുഗ്രഹം വരണം. നിന്റെ ഭാര്യ നിന്നെ ബഹുമാനിക്കുന്നോ? ഭർത്താവ് നിന്നെ ബഹുമാനിക്കുന്നോ? ഇല്ല, ഒരു വിലയും തരുന്നില്ലേ? ദൈവത്തോടുള്ള സൗഹൃദം കുറെ കൂടി വളർത്തിയെടുക്കണം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ദീപം നിന്റെ തലയിൽ നിൽക്കുമ്പം അനേകർ നിന്നെ ബഹുമാനിക്കാൻ ഇടവരും. ജോബ് പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്ന കാലത്ത് എൻ്റെ കാൽപാദം പാലുകൊണ്ട് മനുഷ്യൻ കഴുകിയെന്ന്. ഞാൻ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ യുവാക്കൾ പോലും വാപൊത്തുകയും പിൻവാങ്ങുകയും എഴുന്നേറ്റ് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെന്ന്. ഇതിൽ കൂടുതൽ എന്നാ മഹത്വമാ വേണ്ടേ? ഇതിൽ കൂടുതൽ ഇത് ദൈവത്തോടൊരു ബന്ധമുള്ള ഒരു മനുഷ്യന് കിട്ടിയ ഭൗതിക അനുഗ്രഹം കൂടിയാണ്. ദൈവത്തോട് ബന്ധമുള്ളവന് ആത്മീയ അനുഗ്രഹം മാത്രമല്ല, ഭൗതിക അനുഗ്രഹവും ഉണ്ടാകും. ഒന്നാ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ വീട്ടിലേക്ക് വരുന്നതേ ഇഷ്ടമല്ല. ദൈവമേ, ആ മനുഷ്യൻ ഒരു 2-3 മാസം കൂടെ അവിടെ എവിടെയെങ്കിലും നിന്നായിരുന്നെങ്കിൽ, ആ വ്യക്തി എങ്ങനെയും വീട്ടിലോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയാ ചില ആളുകൾ വീട്ടിലേക്ക് വരുന്നത്. ആർക്കൊക്കെയോ ടെൻഷനാണ്, ഇഷ്ടക്കേടുകളാണ്. നീ ഭവനത്തിൽ വരുന്നത് ഒരു അനുഗ്രഹമാകണം. നീ ഭവനത്തിൽ ഒരു അനുഗ്രഹമാകണം. കേവലം ഒരു അനുഗ്രഹം തരണേന്ന് മാത്രം പ്രാർത്ഥിച്ചു പോകല്ലേ. കർത്താവേ, എന്നെ ഒരു അനുഗ്രഹമാക്കണേന്ന് കൂടി പ്രാർത്ഥിക്കുക. എനിക്കൊരു അനുഗ്രഹം തരണേ, ഒരു വണ്ടി തരണേ, ഒരു ജോലി തരണേ, കല്യാണം നടക്കണേ. ഇത് മാത്രമല്ല കർത്താവ്, എന്നെ ഒരു അനുഗ്രഹമാക്കണമേ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അനുഗ്രഹം മതി. ഞാനൊരു അനുഗ്രഹം. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന്. നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കണ്ണുകളെയും അടച്ച് നീ ഒരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ച്, ഭാര്യ എന്ന നിലയിൽ, ഭർത്താവ് എന്ന നിലയിൽ, യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ, ഒരു ചെറിയ ഒരു തിരിച്ചറിവായ ഒരു സഹോദരൻ സഹോദരി ആരുമാകട്ടെ, നിങ്ങളൊരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ച്, നിങ്ങളൊരു അനുഗ്രഹമാകാൻ പ്രാർത്ഥിച്ച്, നിങ്ങളെ കണ്ട ആരും ഓ ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിത് എന്ന് പറയാൻ ഇടയാകരുത്. നിങ്ങളൊരു അനുഗ്രഹമാ. നിങ്ങൾ കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാകണം. നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടിന് ഒരു അനുഗ്രഹമാകണം. എല്ലാവരും പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ സൗഹൃദം എൻ്റെ കൂടാരത്തിൽ ഉണ്ടാകണമേ. ദൈവത്തിന്റെ അനുഗ്രഹം എൻ്റെ ഭവനത്തിൽ ഉണ്ടാകണമേ. ദൈവത്തിന്റെ അനുഗ്രഹം വരുമ്പോൾ മക്കൾ ആരും നഷ്ടപ്പെട്ടു പോകില്ല. ജോബ് പറഞ്ഞു, എൻ്റെ മക്കൾ എൻ്റെ മേശയ്ക്ക് ചുറ്റും, എൻ്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്നു. ഞാൻ നഗരത്തിന്റെ പുറത്തേക്ക് കടക്കുമ്പോൾ വൃദ്ധന്മാർ പോലും എഴുന്നേറ്റ് നിന്നു. പ്രഭുക്കന്മാർ വാപൊത്തി, ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് നിന്നു. ഓ, ഇതിൽ കൂടുതൽ എന്ത് മാന്യതയാണ് തരേണ്ടത്? ഇന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. ദൈവത്തിന്റെ വചനമുള്ളവനെ ലോകം അംഗീകരിക്കും. ദൈവത്തിന്റെ വചനമുള്ളവനെ വ്യക്തികൾ അംഗീകരിക്കും. ദൈവത്തിന്റെ വചനമുള്ളവനെ നിങ്ങൾക്കിവിടെ വേണ്ടതെന്നറിയാമോ? മാത്യു എന്ന് പേരുള്ള എന്നിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമല്ല, ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടത്. ജോബിന് അന്നത്തെ പ്രധാനമന്ത്രിയിൽ നിന്നോ അന്നത്തെ SP-യിൽ നിന്നോ അന്നത്തെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമല്ല, ദൈവത്തിൽ നിന്നും ദൈവവചനത്തിൽ കിട്ടുന്ന അനുഗ്രഹമാണ് എഴുതിയിരിക്കുന്നത്. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കേട്ട വചനങ്ങളൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ എനിക്ക് പറയാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനത്തിലേക്ക് ഒരു അനുഗ്രഹത്തെ പകരണമേ. ഈ നാളുകളിൽ ഇന്നേ ദിവസം ഇവർ വില കൊടുത്ത ഈ പ്രിയപ്പെട്ടവർ വന്നത്. എനിക്ക് ഇതിലുള്ള ചില ആളുകളുടെ സങ്കടം പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് പോലും സങ്കടം വന്നുപോയി. എനിക്ക് പോലും ഒരു ഉള്ളിലൊരു തേങ്ങൽ വന്നുപോയി. ദൈവമേ, എന്തു കഷ്ടതയായി ഇവർ അനുഭവിക്കുന്നത് ഞാൻ ചിന്തിച്ചു പോയി. ദൈവമേ, എന്തുമാത്രം കഷ്ടപ്പെട്ട് അവരിവിടെ കയറി വന്നതെന്ന് ഞാൻ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഈ കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ, നന്നായി ഒന്ന് പാടുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ, കർത്താവ് എല്ലാവരും അധരങ്ങളെ തുറന്ന് ഈ ജനം ദൈവത്തിലും ദൈവവചനത്തിൽ നിന്നുകൊണ്ട് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഓ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി
യേശുവിന്റെ അധികാരമുള്ള ശബ്ദത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ, ദൈവത്തിന്റെ സഹായം നിനക്ക് ലഭിക്കട്ടെ, ദൈവത്തിന്റെ കാരുണ്യം നിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. ഒന്ന് ചേർന്നൊന്ന് പാടാമോ? ചേർന്ന് പാടാമോ? വിശ്വാസത്തോടെ അത് പാടാമോ? അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദമാരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദമാരും നദിയെ, അനുദിനം നിൻ പാദംഗതിയെ അടിയനു നിൻ കൃപമതിയെ. ആമേൻ. അനുദിനം നിൻ പാദംഗതിയെ അടിയനു നിൻ കൃപമതി. അതുകൊണ്ട് അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാപേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാപേരും നദിയെ, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ ഭയം, വല്ലഭൻ നീ എന്ന ഭയം വന്നിടുമോ പിന്നെ. അതുകൊണ്ട് അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാപേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാപേരും നദിയെ, അനുദിനം നിൻ പാദംഗതിയെ കരമടിച്ചു പാടി നിൻ കൃപമതിയെ, അനുദിനം നിൻ പാദംഗതിയെ അടിയനു നിൻ കൃപമതിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാപേരും നദിയെ, അനുഗ്രഹത്തിൻ അധിപതിയെ ആനന്ദകൃപാപേരും നദിയെ. ഒരിക്കൽ കൂടി നിന്നുകൊണ്ട് ഈ കേട്ട വചനം ഒന്നും മറന്നുപോകാത്ത വിധത്തിൽ വചനം പറയുന്ന പോലെ അവിടുന്ന് തൻ്റെ വചനത്തെ അവരിൽ ആലേഖനം ചെയ്തു എന്നതുപോലെ കർത്താവെ, അങ്ങ് പറയുന്ന ഈ വാക്കുകൾ, വചനങ്ങൾ ഈ മനുഷ്യരുടെ ഹൃദയത്തിൽ ഇംപ്രിൻ്റ് ചെയ്യണമേ, അവരിലത് പതിപ്പിക്കണമേ. ഇവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ആ വചനത്തിൻ്റെ അനുഗ്രഹം, ഒന്ന് കണ്ണുകളടച്ച്, അനുഗ്രഹം കളഞ്ഞവരുണ്ട്, അനുഗ്രഹം നശിപ്പിച്ചവരുണ്ട്, അനുഗ്രഹം വർദ്ധിപ്പിച്ചെടുത്തവരുമുണ്ട്. ഈ മൂന്ന് കൂട്ടരും ഉണ്ട്. അനുഗ്രഹം കളഞ്ഞവരുണ്ട്, അനുഗ്രഹം നശിപ്പിച്ചവരുണ്ട്, ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചെടുത്തവരുമുണ്ട്. ഈ ആലയത്തിൽ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചതിലൂടെ കിട്ടുന്ന അനുഗ്രഹം നശിപ്പിക്കരുത്, കളയല്ലേ. പിന്നെയോ വർദ്ധിപ്പിച്ചെടുത്തോണം, വർദ്ധിപ്പിച്ചെടുത്തോണം, രക്ഷപ്പെട്ടോണം. അങ്ങനെ എപ്പോഴും കിട്ടത്തില്ല, എല്ലായ്പ്പോഴും കിട്ടത്തില്ല. ചില നിമിഷങ്ങളിൽ ചില നിമിത്തമൊക്കെ അതിൽ ലഭിക്കത്തുള്ളൂ. ചുമ്മാ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ അങ്ങ് എടുത്തോണ്ട് വരാനൊന്നും പറ്റുന്നൊന്നല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച്, എനിക്ക് കിട്ടിയ അനുഗ്രഹം നശിപ്പിക്കാനോ കളയാനോ ഞാൻ സമ്മതിക്കത്തില്ല, അത് ഞാൻ വർദ്ധിപ്പിച്ചെടുക്കും. അത് എന്നിൽ വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് ഞാനും വർദ്ധിക്കും, ഞാനും വളർന്നു വരും. ഹല്ലേലൂയ. നമുക്കൊന്നും കൂടി ഇരിക്കാം. ഹല്ലേലൂയ. ഈ മൂന്ന് ആൾക്കാരും ഉണ്ട് കേട്ടോ. അനുഗ്രഹം കളഞ്ഞവരുണ്ട്, അനുഗ്രഹം നശിപ്പിച്ചവരുണ്ട്, പിന്നെയോ ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചെടുത്തവരുമുണ്ട്. ഈ വർദ്ധിപ്പിച്ചെടുത്തവരാ രക്ഷപ്പെട്ടവരായി നമ്മൾ കാണുന്നത്. ഓ, അവർ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടു,
അവർ ലഭിച്ച അനുഗ്രഹം താലന്ത് കിട്ടിയവനെ പോലെ വർദ്ധിപ്പിച്ചെടുത്തവരാണ്. എല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങളെ കൊടുക്കും. ഞാനൊരു കാര്യം, നമ്മളൊക്കെ ചിലരൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴേ പണിക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, അതൊന്നും പണിക്കാർക്ക് കൊടുക്കണ്ട, അതങ്ങ് മാറ്റി വച്ചായിരുന്നു. നിങ്ങളും കേട്ട് കാണും, അത് കൊടുക്കണ്ട, അത് ഗസ്റ്റിനുള്ളതാ, അത് പണിക്കാർക്കുള്ളതല്ല, മാറ്റി വെച്ച് അതങ്ങ് മൂടി അപ്പുറത്തെ അലുമാരി അങ്ങ് വെച്ചേരെ. എന്നാൽ ദൈവത്തിൻ്റെ മുറിയിൽ, ദൈവത്തിൻ്റെ അടുത്ത് ഒരനുഗ്രഹത്തെ നോക്കിയിട്ട് ദൈവം പറയില്ല, ദൈവാനുഗ്രഹം അവന് കൊടുക്കണ്ട, അങ്ങ് മാറ്റി വെച്ചേരെ, പറയില്ല. ഒരനുഗ്രഹവും ദൈവം നിൻ്റെ മുമ്പിൽ മാറ്റി വച്ചിട്ടില്ല. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്, അത് പിള്ളേർക്കുള്ളതാ, അത് ഹസ്ബൻഡ് വരുമ്പം കൊടുക്കാനുള്ളതാ, അത് പണിക്കാർക്കുള്ളതല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മൂടി വച്ചേക്കും. ഒരനുഗ്രഹവും ദൈവം നിനക്ക് തരണ്ട എന്ന് ഉദ്ദേശിച്ച് മാറ്റി വച്ചിട്ടില്ല. ഒരനുഗ്രഹവും മാറ്റി വച്ചിട്ടില്ല. ദൈവഭക്തനെ ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും. ലഭിച്ച അനുഗ്രഹം വഴക്കുണ്ടാക്കി കളയല്, പല്ല് കടിച്ചും ശപിച്ചും തെറി പറഞ്ഞും കളയല്. അത് നഷ്ടപ്പെട്ടു പോകും. തിരിച്ചു പിടിക്കണേ വലിയ പാടാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ട അനുഗ്രഹം തിരിച്ചു പിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. എനിക്ക് കുറച്ച് പൈസ തന്നാൽ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞില്ലല്ലോ. എനിക്ക് പൈസയും വേണ്ട, സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ അനുഗ്രഹിച്ചാൽ മതി. അനുഗ്രഹത്തിന് അത്രയും വിലയുണ്ട്. ഒരാൾ അപ്പൻ്റെ അടുത്ത് പറയുന്നില്ല, എന്നെ അനുഗ്രഹിക്കാൻ അനുഗ്രഹം ഒന്നും ഇല്ലേ അപ്പൻ്റെ കയ്യിൽ, അനുഗ്രഹം എല്ലാം കൊടുത്തു പോയോ, അവന് കൊടുത്തോ, എല്ലാം എന്നെ അനുഗ്രഹിക്കാൻ ഒരനുഗ്രഹവും മാറ്റി വെച്ചില്ലേ. അനുഗ്രഹത്തിനൊരു വിലയുണ്ട്. ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ച് വരാൻ ഞാൻ ശ്രമിച്ചോണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ലഭിച്ച അനുഗ്രഹത്തെ പലരും തെറിയും പറഞ്ഞ് ശപിച്ച് കുറ്റവും പറഞ്ഞ് അതിനെ കെടുത്തിക്കളയും. വിളക്ക് കെട്ടുപോകുന്ന പോലെ അത് കെട്ടുപോകും. പല കുടുംബത്തിലും അനുഗ്രഹമുണ്ട്, പക്ഷേ അവർ തമ്മിൽ വഴക്കുണ്ടാക്കി ആ അനുഗ്രഹത്തെ ഇല്ലാതാക്കി കളയും. പിന്നെ നന്നായിട്ട് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അത് സാധിക്കുകയില്ല. ആയ കാലത്ത് ഒരു സമാധാനവും ഇല്ലായിരുന്നു. അന്ന് ലഭിച്ച അനുഗ്രഹത്തെ മുഴുവൻ വഴക്കുണ്ടാക്കി കളഞ്ഞു. നിനക്കുള്ളത്, നിൻ്റെ മക്കൾക്കുള്ള അനുഗ്രഹങ്ങളാ വഴക്കുണ്ടാക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതെന്നറിയാവോ? നല്ല വഴക്ക് ഞാൻ ഓർക്കുവാണ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു കാണും, ഒരാൾ ഇതുപോലെയൊക്കെ പ്രാർത്ഥിച്ച് നല്ല അനുഗ്രഹമായിട്ട് അങ്ങ് പോയി. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി അമ്പലവയലെത്തിയപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് മീനങ്ങാടിയിൽ കൂടെ പോയി ഇച്ചിരി സാധനവും മേടിച്ച് അങ്ങ് പോകാമെന്നൊക്കെ പറയുമ്പോഴും വഴക്കില്ലായിരുന്നു. മീനങ്ങാടിയിലെത്തിയപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്ന അവരുടെ ഒരു കൊച്ചു പറഞ്ഞു, ഐസ്ക്രീം വേണമെന്ന്. ഐസ്ക്രീം 20 രൂപയുടെ ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് പോവാ. അപ്പോൾ പുള്ളി പറയും, ഐസ്ക്രീം ഒന്നും വേണ്ട, തൊണ്ടവേദന, പനി, കഫക്കെട്ടെല്ലാം വരും. ഈ ഐസ്ക്രീമിനെ ചൊല്ലി 2 മാസം വഴക്കായിരുന്നു വീട്ടിൽ. 20 രൂപയുടെ ഐസ്ക്രീം. തൊണ്ടവേദന വന്നാൽ ഇത്രയും പ്രശ്നമില്ലായിരുന്നു. ഇച്ചിരി വെള്ളം ഗുളുഗുളു വച്ചാൽ മതിയായിരുന്നു. ഉപ്പുവെള്ളമേ പോയേനെ. 20 രൂപയുടെ ഐസ്ക്രീമുമായി ബന്ധപ്പെട്ട് വഴക്കായി ആ അനുഗ്രഹം, ഇവിടുന്ന് കിട്ടിയ അനുഗ്രഹം മീനങ്ങാടി വണ്ടി നിർത്തിയപ്പോൾ പോയി എല്ലാ വഴക്കുണ്ടാക്കി അവിടെ തീർത്തു. അപ്പം പല്ല് കടിക്കാൻ തുടങ്ങി, സ്റ്റീറിങ്ങിൽ ഇടിക്കാൻ തുടങ്ങി. ഈ ജീവിതം അയ്യോ അങ്ങനെയൊന്നും അല്ല ഇവിടുന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹം പോകുന്ന വഴിക്ക് വഴക്കുണ്ടാക്കി കളയില്ല. 20 രൂപയുടെ ഐസ്ക്രീമിന് 2 മാസമൊക്കെ മിണ്ടാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ വഴക്ക്. കാര്യം 20 രൂപയുടെ ഐസ്ക്രീമിന് എത്ര ദിവസമാണ് മിണ്ടാതിരുന്നത്. നമുക്ക് ലഭിച്ച അനുഗ്രഹം പല്ല് കടിച്ചും പലതും അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നശിപ്പിച്ച് കളഞ്ഞു. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. നമുക്കുള്ള അനുഗ്രഹം നമ്മളിൽ നിന്ന് പോകുന്നത് നമ്മൾ ചിലപ്പോൾ അറിയുക പോലും ഇല്ല. അനുഗ്രഹത്തിന് വിലയുണ്ട്. ഞങ്ങൾ ഇവിടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ ഇന്ന് തൊട്ട് അത് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ഞാൻ ഒരു കൈ കൊണ്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്.
എത്ര ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. ഈ രണ്ട് ഓരവും പൊളിഞ്ഞു പോകുന്ന വേദനയും നീർക്കെട്ടും വന്നപ്പോഴും ഞാൻ രണ്ട് കൈയും വെച്ചാണ് പ്രാർത്ഥിച്ചു. രണ്ട് കൈയും ആ മനുഷ്യൻ്റെ ശിരസിൽ വെച്ച് ഒരു കാലത്ത് ഞാൻ ഇങ്ങനെ ഒരു കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കത്തുണ്ടായിരുന്നു. എനിക്ക് അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ രണ്ട് കൈയും വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ശുശ്രൂഷകൻ വന്ന് എന്നോട് വേറൊരു സ്ഥലത്തുനിന്ന് പറഞ്ഞു, ഒരുപാട് ആൾക്കാരുണ്ട്, തൊട്ട് വിട്ടാൽ മതി, വിട്ടോളാൻ പറഞ്ഞു. അയാൾ നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞത്. ഞാനത് ചെവിക്കൊണ്ടേയില്ല, 1% പോലും ഞാൻ അത് കേട്ടില്ല. ഞാൻ അതേപോലെ തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, സമ്മതിച്ച് കേട്ടോ എന്ന്. എനിക്ക് നല്ല വേദനയുണ്ടായി, സത്യമാണ്, ഭയങ്കര വേദനയുണ്ടായി, നല്ല നീർക്കെട്ടൊക്കെ ഉണ്ടാവും. ഇങ്ങനെ കുറേ നേരം ആയിരക്കണക്കിന് ആളുകളുടെ മനുഷ്യൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുറം വേദന കൂടും. എന്നാലും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഈ മനുഷ്യനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കയ്യിൽ നിന്നൊരു 10 രൂപയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 10 രൂപ, അത് ചുളുങ്ങിയ നോട്ടായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന, ദൈവമേ അനുഗ്രഹിച്ച് ഞാൻ ഈ 10 രൂപ കൊടുക്കും. ഞാൻ കൊടുത്തതൊക്കെയും ദൈവം എൻ്റെ കഴിവിലല്ല, അനുഗ്രഹിച്ചാണ് കൊടുത്തത്. അതൊരു അനുഗ്രഹമാകുന്നത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അനുഗ്രഹമുണ്ട്, നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അനുഗ്രഹമുണ്ട്. നിങ്ങളെ ഈ പ്രാർത്ഥിച്ച് ഒരു ബഹളം വെച്ച് പോകുന്നൊരു സമൂഹമല്ല ഇത്. ഒരു അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് ഒരു മനുഷ്യൻ. ഒരു ബസ് കൊടുത്തു വിട്ടു ഇങ്ങോട്ട്, ബസ് മേടിച്ചതേ ഉള്ളൂ, വലിയ ബസ്സാണ്, 78 ലക്ഷം രൂപയുടെ ബസ്സാണ്. നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരാളല്ല. പക്ഷെ അയാളുടെ മുതലാളി വിളിച്ച് പറഞ്ഞു, എത്ര തിരക്കുണ്ടെങ്കിലും ഈ പുതിയ ബസ് ആദ്യമായിട്ട് അങ്ങ് വിടുവാണ്, ഈ ബസ് ഒന്ന് പ്രാർത്ഥിച്ചേ തിരിച്ചു കൊണ്ടുവരാവുള്ളൂ, ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന്. ആ മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിശ്വാസി അല്ല, എന്നിട്ട് പോലും പറഞ്ഞു ആ ബസ്. അപ്പം ഞാൻ ചോദിച്ചു, താക്കോല് പ്രാർത്ഥിച്ച് വിട്ടാൽ മതിയോ? പോരാ, ബസ്സെ തന്നെ തൊടണം. ബസ്സിൽ തൊട്ട് അനുഗ്രഹിച്ച് ഞങ്ങളുടെ വണ്ടിയെ, അത് എന്തോ പറഞ്ഞു ആ ബസ്സിനെ കുറിച്ച്, ആ ബസ്സിൻ്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ട്രിപ്പ് ഇങ്ങോട്ടാണ്. അനുഗ്രഹത്തിന് വിലയുണ്ട്, നമ്മളത് കൊടുത്താൽ അത് അവിടെ ഇരിക്കും. മനസ്സറിഞ്ഞത് കൊടുത്താൽ, അതല്ലേ കല്യാണമൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ആ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരൊക്കെ വന്ന് ആ വ്യക്തിയുടെ ശിരസിൽ തൊട്ട് അവർ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ തലയെ തൊട്ട് പ്രാർത്ഥിക്കും. ഒരു അനുഗ്രഹം കൈമാറുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല, നമ്മൾ കാണുന്നൊന്നുമില്ല. നിങ്ങൾ കാണുന്നത് എന്താണ്? കുറേ ലൈറ്റ് ഇവിടെ ഇരിക്കുന്നു, കുറേ പൂക്കൾ ഇവിടെ വെച്ചിരിക്കുന്നു, ഒരു മൈക്ക് പിടിച്ചൊരു പുള്ളി അവിടെ നിന്ന് ഏതാണ്ട് വിളിച്ചു പറയുന്നു. ഇത്രയൊക്കെ കാണുന്നുള്ളെങ്കിലും ചില നന്മകൾ നമ്മൾ അറിയാതെ കൈമാറുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകണം, എനിക്കൊരു അനുഗ്രഹം ഉണ്ടാകണം, എൻ്റെ പിള്ളേർക്കൊരു അത് മാത്രം പോരാ കേട്ടോ, എന്നെ കൂടി ഒരു അനുഗ്രഹമാക്കണേ എന്ന് പ്രാർത്ഥിക്കണം. എന്നെ ഒരു ശാപമാക്കല്ല് കർത്താവേ എന്ന്. എന്നെ കാണുമ്പോൾ മുഖം തിരിക്കല്ല് ദൈവമേ ആരും. എന്നെ കാണുമ്പോൾ മിണ്ടാതിരിക്കരുത്, എന്നെ ഒരു അനുഗ്രഹമാക്കണമെന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹമുള്ളവരെ അനേകർ ഇഷ്ടപ്പെടും. അനുഗ്രഹമുള്ള ഒരാളുടെ മുമ്പിലേ ഒരാൾ മനസ്സ് തുറക്കത്തുള്ളൂ. അല്ലാത്ത ഒരാളുടെ മുമ്പിൽ എന്തു പറഞ്ഞാലും ഒരു പ്രശ്നമില്ലെന്നേ പറയത്തുള്ളൂ. അനുഗ്രഹമുള്ള ഒരാളുടെ മുമ്പിൽ ബ്രദറെ എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ടെന്ന് പറയാൻ അയാൾക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എത്ര സങ്കടമാണെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ബ്രദർ, ഒരു കുഴപ്പമില്ല, ഇത്രേ പറയുള്ളൂ. അനുഗ്രഹമുള്ളവൻ പറയാം എന്നാന്ന് ചോദിക്കുമോ, അതിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു തുടങ്ങിക്കഴിയും. അനുഗ്രഹമുള്ള ഒരു മനുഷ്യരായി നിങ്ങൾ മാറണം. അതിൻ്റെ ഒരു ഗുണം ഞാൻ വായിച്ച് നിർത്താം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം. അനുഗ്രഹമുള്ളവൻ്റെ ഒരു പ്രത്യേകത ഞാൻ എഴുതിയിട്ടുണ്ട്, വായിക്കാൻ പോവുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നൊരു വാക്കാണ്. ജോസഫിൻ്റെ കയ്യിൽ അനുഗ്രഹം ഉണ്ടായെന്നല്ല, ജോസഫിനെ ദൈവം ഒരു അനുഗ്രഹമാക്കി എന്ന് വായിക്കുവാണ്. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ, ജോസഫ് എന്ന വ്യക്തിയെ ഒരു പുള്ളി ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആ ദിവസം മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. ഒരു മനുഷ്യനെ ഓർത്ത് ആ വീടിന് ഒരു അനുഗ്രഹം ഉണ്ടായത്. നിങ്ങൾ എന്ന ഒരാളെ ഓർത്ത്
നിങ്ങളുടെ വീട് മക്കൾ അനുഗ്രഹിക്കപ്പെടണം. ആമേൻ. ഹല്ലേലൂയ. സത്യമായിട്ടും പറഞ്ഞത്, ഞാനെന്ന വ്യക്തി ഈ ഒച്ചത്തിൽ പ്രസംഗിക്കുന്ന എന്നെ ഓർത്ത് എൻ്റെ വീട്ടിനകത്തൊരു അനുഗ്രഹം എനിക്ക് കാണാൻ പറ്റണം. എൻ്റെ വീട് ഞാനിവിടെ ഒന്ന് കാറി കൂവുന്നതിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് അവിടെ കാണാൻ പറ്റണം. നിങ്ങളിവിടെ ഇരുന്ന് ബഹളം വെച്ച് അല്ലെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിത പങ്കാളിയിലും ശുശ്രൂഷകളിലും മക്കളിലും കൊച്ചുമക്കളിലെല്ലാം വെളിപ്പെടണം. ബൈബിൾ പറയുക, ജോസഫ് എന്ന വ്യക്തിയെ ഓർത്ത് ആ വീടിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന്. നിങ്ങളൊരു ഭാര്യയായിരിക്കാം, നിങ്ങളൊരു ഭർത്താവായിരിക്കാം, നിങ്ങളൊരു യുവാവോ യുവതിയായിരിക്കാം, നിങ്ങളെ ഓർത്തു ദൈവം നിങ്ങളുടെ വീടിനെ അനുഗ്രഹിക്കുന്ന വലിയ കാര്യമെന്ന് ഓർത്ത്. ഭാര്യ എന്ന നിലയിൽ എന്നെ ഓർത്ത് എൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കുന്നത്, ഭർത്താവ് എന്ന നിലയിൽ എന്നെ ഓർത്ത് എൻ്റെ വീടിനെ ദൈവം അനുഗ്രഹിക്കുന്നത്, നിങ്ങളെ ഓർത്ത് ദൈവം നിങ്ങളുടെ വീടിനെ, മക്കളെ, കൊച്ചുമക്കളെ ഒക്കെ അനുഗ്രഹിക്കും. നിങ്ങളെ ഓർത്ത്, അത് അനുഗ്രഹമുള്ള ഒരാളെ ഓർത്ത് ദൈവം വീടിനെ അനുഗ്രഹിക്കും. ചിലർ പറയില്ലേ, എൻ്റെ വീട്ടിലെ ഈ മൂത്ത മകൻ കാരണമാണ് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അമ്മ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ മൂത്ത മകൻ അങ്ങനെ രക്ഷപ്പെട്ടോണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടെ. ആ മൂത്ത മകനിലൂടെ ആ വീട് രക്ഷപ്പെട്ടത്. ഞങ്ങൾക്ക് 4 പെൺമക്കളായിരുന്നപ്പോൾ ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ പറഞ്ഞു ചിരിക്കുമായിരുന്നു, അയ്യോ 4 പെൺമക്കളാണല്ലോ, നിങ്ങൾ എന്നാ കാണിച്ച് നിങ്ങളെല്ലാം കെട്ടിച്ച് വിടും, നിങ്ങൾക്കാണെങ്കിൽ ഒരു ഗതിക്ക് പരഗതിയില്ല, നിങ്ങളൊക്കെ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളെ കല്യാണത്തിനൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോകാൻ മടിയായിരുന്നു. പലരും കളിയാക്കുമായിരുന്നു, പരിഹസിക്കുമായിരുന്നു, കുത്തി പറയുമായിരുന്നു. പക്ഷെ 4 പേരും യൂറോപ്പിലെത്തി. 4 പേരും ഇന്ന് അവരുടെ നിലയും വിലയൊക്കെ മാറിയപ്പോൾ ഇന്ന് അത്ഭുതപ്പെടുക. ഇന്ന് അവർ പറയും, ഓ നിങ്ങളുടെ മക്കളൊക്കെ ഭയങ്കര ഭാഗ്യമാണല്ലോ, നിങ്ങളുടെ മക്കൾ കാരണമാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ആയേ. നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. മാതാപിതാക്കൾ അനുഗ്രഹമാകുമ്പോൾ അതിൻ്റെ അനുഗ്രഹം മക്കൾക്ക് കിട്ടണം. നിങ്ങളൊരു അനുഗ്രഹമായിട്ട് മാറണം. ഹല്ലേലൂയ. ഇനി ഒരാൾ അനുഗ്രഹമായാൽ എവിടെയൊക്കെ അനുഗ്രഹം ഉണ്ടെന്ന് എഴുതിയിട്ട് അറിയാവോ? അടുത്ത ഭാഗം എഴുതിയിരിക്കുവാണ്, അവന്റെ വീട്ടിലും, ഒന്ന് കയ്യിൽ എണ്ണിക്കോ, വീട്ടിലും വയലിലും വയല് പറമ്പ് എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹം. ഒരു മനുഷ്യൻ മൂലം പറമ്പ് വരെ അനുഗ്രഹിച്ചു എന്ന്. ഒരു മനുഷ്യൻ, അനുഗ്രഹമുള്ളൊരു മനുഷ്യൻ കാരണം പുള്ളിയുടെ വയലും പറമ്പിൽ കൃഷി നെല്ലും ഗോതമ്പും എല്ലാം എഴുതിയിരിക്കുവാണ്. അവനെ ഓർത്ത് അവൻ്റെ വീട്ടിലുള്ളവയും വയലിലുമുള്ള എല്ലാത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അടുത്ത ഭാഗം, അവൻ തൻ്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭരമേൽപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവന് ശ്രദ്ധിക്കേണ്ട എല്ലാത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്ത്, ഈ ദിവസം വെറുതെ ആവില്ല. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം കളയല്ലെന്ന് മാത്രമേ. നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു കടുകോളമെങ്കിലും അനുഗ്രഹം കിട്ടിയോ, അത് വർദ്ധിപ്പിച്ചെടുത്ത് രക്ഷപ്പെട്ടോണം. നിങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് എന്തേലും ഒരു സന്ദേശം ഈ പുണ്യഭൂമി ആരെങ്കിലും പറഞ്ഞോ, അതേ പിടിച്ച് രക്ഷപ്പെട്ടോണം. നിങ്ങളോട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറഞ്ഞോ, നിങ്ങൾ തമ്മിൽ കുറെ കൂടി അനുഗ്രഹത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞോ, അതേ പിടിച്ച് രക്ഷപ്പെട്ടോണം. ഒന്ന് കണ്ണുകളെ അടച്ചേ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ വചനം പ്രസംഗിച്ച സമയത്ത് ഞങ്ങളിലേക്ക് പകർന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ജോലി കിട്ടണം, കല്യാണം നടക്കണം, വണ്ടി മേടിക്കണം, വീട് പണിയണം, ലോൺ കിട്ടണം, ലോൺ അടയ്ക്കണം, സ്ഥലം വിൽക്കണം. ഇത് മാത്രം പോരാ, എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. എന്നെ കാണുമ്പോൾ ആളുകൾ മുഖം തിരിച്ചു പോകുന്നു. എന്നെ കാണുമ്പോൾ ആർക്കും താല്പര്യമില്ല. എന്നെ കാണുമ്പോൾ എന്തോ എന്നോടൊരു ദേഷ്യമുള്ളതുപോലെ. നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ കുറവുണ്ട് കുഞ്ഞെ. അനുഗ്രഹമുള്ള ജോബ് പറയുക, ഞാൻ നഗരത്തിലേക്ക് വരുമ്പോൾ ശ്രേഷ്ഠന്മാർ വാവുത്തി സംസാരിച്ചു, എൻ്റെ കാൽപാദം അവർ പാലുകൊണ്ട് കഴുകി. പ്രഭുക്കന്മാർ എഴുന്നേറ്റുന്നു, യുവാക്കൾ പിൻവാങ്ങി. എനിക്ക് സമൂഹത്തിലൊക്കെ വലിയൊരു സ്ഥാനമുണ്ടായി. ജോബ് പറഞ്ഞില്ല, എന്നെ കണ്ടപ്പോൾ നാട്ടുകാരെല്ലാം ഓടി, ചെറുപ്പക്കാരെല്ലാം എന്നെ കണ്ടപാടെ ഓടി ഒളിച്ചു നല്ല എഴുതിയിരിക്കുന്നത്. അവർ ബഹുമാനത്തോടെ അവർ എഴുന്നേറ്റുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നിന്റെ മേൽ വരുമ്പോൾ നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു അനുഗ്രഹം കൂടിയുണ്ട്. അത് കളഞ്ഞവരുണ്ട്,
നശിപ്പിച്ചവരുണ്ട്, ലഭിച്ച അനുഗ്രഹം വർദ്ധിപ്പിച്ചെടുത്തവരുമുണ്ട്. ആദ്യത്തെ രണ്ട് കൂട്ടത്തിൽ ഒരാളും പെട്ടേക്കരുത്. ലഭിച്ച അനുഗ്രഹം കളഞ്ഞവരുടെ കൂട്ടത്തിലോ ലഭിച്ച അനുഗ്രഹം നശിപ്പിച്ചവരുടെ കൂട്ടത്തിലോ ഞാനോ നിങ്ങളോ എണ്ണപ്പെടരുത്. പിന്നെയോ ഏത് കൂട്ടത്തിൽ എണ്ണപ്പെടണം? ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിച്ചവരുടെ ലിസ്റ്റിൽ എൻ്റെ പേരും കൂടെ ഉണ്ടാകണമേ. ലഭിച്ച അനുഗ്രഹത്തെ വർദ്ധിപ്പിച്ചവരുടെ പേരിൽ എൻ്റെ പേരും എൻ്റെ കുടുംബവും ഉണ്ടാകണമേ. ഇവിടെ നിന്ന് ഈ ആലയത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഓണത്തിന് വന്നിട്ടുണ്ടെങ്കിൽ, ഈ ആദ്യ വെള്ളിയാഴ്ച ഈ ഓണത്തിന് ഇത്രയും ആളൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. കാരണം ഓണമല്ലേ, ആഘോഷമല്ലേ, ബന്ധുക്കളുടെ വീട്ടിൽ പോകണ്ടേ, സുഹൃത്തുക്കളുടെ വീട്ടിൽ അവർ വിളിച്ചിട്ടുണ്ട്, ഇവർ വിളിച്ചിട്ടുണ്ട്, നാട്ടിൽ ആഘോഷമുണ്ട്. ഇപ്പോൾ എന്നിട്ട് പോലും അതിനെയൊക്കെ ഇച്ചിരി അങ്ങ് മാറ്റി നിർത്തിയേച്ച് ആഘോഷം അവിടെ ഇരിക്കട്ടെ, ഇന്ന് പോയി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് നിങ്ങളിൽ ദൈവം കൈമാറുന്ന ചില നന്മകളുണ്ട്. ദൈവം മടക്കി വിടുന്നത് ഒരു അനുഗ്രഹത്തോടെയാണ്. ദൈവം മടക്കി വിടുന്നത് ഒരു പുതിയ തുടക്കം തന്നോണ്ടാ. ദൈവം മടക്കി വിടുന്നത് ഒരു അഭിഷേകം തന്നോണ്ടാ. വഴക്കുണ്ടാക്കുന്ന അതിന് പറ്റുന്ന 100 സാഹചര്യങ്ങൾ വരും. പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കുന്ന പല വിഷയങ്ങളും ഉണ്ടാകാം. പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് ചീത്ത പറയുന്ന, തെറി പറയുന്ന, ശപിക്കുന്ന, പല്ല് കടിച്ചുകൊണ്ട് പ്രാകുന്ന നിന്നെ കാണിച്ചു തരാം. ഇനി വേറൊന്നും ആലോചിക്കാനില്ല. നീ നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഞാൻ കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പല വിഷയങ്ങളും വരാം. അതെല്ലാം അനുഗ്രഹത്തെ കെടുത്തിക്കളയുന്ന തീക്കട്ടയുടെ മുകളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ. അത് തീക്കട്ടയുടെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ തീ കത്തണമെന്ന് പറഞ്ഞ് ബഹളം വെക്കരുത്. ഉള്ള തീ കെട്ടുപോകും, ഉള്ള തീ കെട്ടുപോകും. നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ തീ കെട്ടുപോയതാ പലരും നിന്നെ മാറ്റി നിർത്താൻ കാരണം. പല അനുഗ്രഹങ്ങളും കയ്യെത്തുന്ന ദൂരത്തുനിന്ന് നഷ്ടപ്പെടാൻ കാരണം. കർത്താവേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? നിനക്കൊരു അനുഗ്രഹത്തിന് നല്ല കുറവുണ്ട്. യാക്കോബ് പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലേ, കർത്താവ് എനിക്ക് പൈസയും വേണ്ട, ചെക്കും വേണ്ട, 10 ഏക്കർ സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട, എന്നെ അനുഗ്രഹിച്ചൊന്ന് വിട്ടേച്ചാൽ മതി, എനിക്കൊരു അനുഗ്രഹം മതി. എല്ലാ കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപ്പച്ചന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മാതാപിതാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കളോടും കുഞ്ഞുങ്ങളോടും പറയട്ടെ, നിങ്ങളൊരു അനുഗ്രഹമായി മാറണം. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ വലിയ പ്രതീക്ഷയോടെ കാണുന്നേ. രക്ഷപ്പെട്ടു വന്നോണം. പിടിച്ച് നല്ല പ്രായത്തിൽ തന്നെ എത്തേണ്ടടുത്ത് എത്തിക്കോണം. ആരും തലതിരിഞ്ഞ ചിന്തയുമായി വഴിതെറ്റി പോകല്ല്. ചാടാനും തുള്ളാനും പലരും വിളിക്കും. ചാടാനും തുള്ളാനും വഴക്കുണ്ടാക്കാനും അടിപിടി പോകാനും അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനും ചവയ്ക്കാനും വലിക്കാനും കുടിക്കാനും ഒക്കെ 4 വശത്തുനിന്നും കെട്ടിവലിക്കും. പോയേക്കല്ല്. രക്ഷപ്പെട്ടു വന്നോണം. നല്ല പ്രായത്തിൽ നല്ല നിലയിൽ എത്തിക്കോണം. അനുഗ്രഹമുള്ളൊരു ജോലിയിൽ അനുഗ്രഹമുള്ള സമ്പത്തൊക്കെ നേടി അഭിമാനത്തോടെ ജോബിനെ പോലെ പറയണം, എൻ്റെ പാദങ്ങൾ പാലുകൊണ്ട് കഴുകി. എന്നെ കാണുമ്പോൾ ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് നിന്നു. എന്നേക്കാൾ പ്രായമുള്ളവർ പോലും എന്നെ കണ്ട് എഴുന്നേറ്റു നിന്നു. നിനക്കൊരു ബഹുമാനം കിട്ടത്തക്ക വിധം, നിന്നെ അംഗീകരിക്കത്തക്ക വിധം, നിനക്കൊരു സ്ഥാനവും മാനവും ലഭിക്കത്തക്ക വിധം ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദിവസമായത്. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. പല മനുഷ്യരും കൂട്ടുകൂടിയും ചവച്ചും തുപ്പിയും അല്ലെങ്കിൽ പ്രാഗിയും ശപിച്ചും പുകവലിച്ചും കുടിച്ചും ചൊടിക്കടിയിൽ വച്ചും ഒക്കെ അവർക്ക് കിട്ടിയ അനുഗ്രഹത്തെ നശിപ്പിച്ചു കളഞ്ഞു. സഹോദര സഹോദരി, നിനക്ക് കിട്ടിയ അനുഗ്രഹം കളയല്, അത് വർദ്ധിപ്പിച്ചെടുത്തോണം. എപ്പോഴും അവസരം കിട്ടിയെന്ന് ഉണ്ടാകണമെന്നില്ല. എപ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല. ഇപ്പോൾ എന്തോ ദൈവം നിനക്ക് അനുകൂലമാണ്. ദൈവത്തിൻ്റെ സൗഹൃദം നിന്റെ മേൽ കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നിന്റെ മേൽ ഇരിപ്പുണ്ട്. ദൈവത്തിൻ്റെ ഒരു വചനം, ഒരു മോട്ടിവേഷൻ ടോക്കല്ല നിനക്ക് കിട്ടിയത്. ദൈവത്തിൻ്റെ വാക്കാണ് കുഞ്ഞെ നിന്നിലെത്തിയത്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ് കിട്ടിയത്. ഞാൻ ബൈബിളിൽ കണ്ടത് ജീവനെടുക്കുന്ന ദൈവത്തെ അല്ല, ഞാൻ കണ്ടത് ജീവൻ പോലും നൽകിയ ദൈവത്തെയാണ്. ഞാൻ ബൈബിളിൽ കണ്ടത് അക്ഷരങ്ങളുടെ ഒരു കൂട്ടത്തെയോ വാക്കുകളുടെ
വലിയൊരു സമാഹാരമോ അല്ല കണ്ടത്. ജീവനുള്ള ദൈവത്തിന്റെ വാക്കുകളെയാണ് ഞാൻ കണ്ടത്. ഞാൻ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. രണ്ട് കരങ്ങളും ഒരു കരമെങ്കിലും സാധ്യമെങ്കിലും ഇരിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് കരം ഉയർത്താൻ പറ്റുന്നത് ആ വിധത്തിൽ എല്ലാവരും ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ അനുഗ്രഹം ഈ ജനത്തിന് ഇന്ന് കൊടുത്തു വിടണമേ. ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. ലഭിച്ച അനുഗ്രഹത്തെ കളയില്ല എന്ന് തീരുമാനിക്കുന്നു. ലഭിച്ച അനുഗ്രഹത്തെ വഴക്കുണ്ടാക്കി ഒന്നും ഞങ്ങൾ കളയത്തില്ല. പ്രാഗിയും ശപിച്ചും തെറി പറഞ്ഞു ഞങ്ങൾ കളയത്തില്ല. ലഭിച്ച അനുഗ്രഹത്തെ ഞങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. താലന്ത് വർദ്ധിപ്പിച്ചെടുത്ത പോലെ ഞങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. താലന്ത് വർദ്ധിപ്പിച്ചതുപോലെ ഞങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. താലന്ത് വർദ്ധിപ്പിച്ചതുപോലെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്, ഒന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക്. ലഭിച്ച അനുഗ്രഹം താലന്ത് വർദ്ധിപ്പിച്ചതുപോലെ ഞങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ യഹോവയ്ക്കായി യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ ചേർന്ന് പാടാമോ? ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. ഒരിക്കൽ കൂടി. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ